നമസ്കാരം. തൃശൂരിലെ വോട്ട് തട്ടിപ്പ് വീരൻ സുരേഷ് ഗോപി ഒരു മാസത്തിനു ശേഷം മണ്ഡലത്തിലെത്തി. ഒരു ചോദ്യത്തിനും ഉത്തരം നൽകാതെ തടിയൂരി. മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത്രമാത്രം: ഇത്രത്തോളം സഹായിച്ചതിന് നന്ദി. അത് താങ്കളല്ല മിസ്റ്റർ പറയേണ്ടത്. തൃശൂരിൽ താങ്കൾ പറ്റിച്ച വോട്ടർമാരാണ്, കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളാണ്. മണ്ഡലത്തിലുള്ളവരെ മുഴുവൻ മണ്ടന്മാരാക്കിയ കേന്ദ്രമന്ത്രിക്ക് മിണ്ടാട്ടം പൊട്ടിയത് എന്തുകൊണ്ട്? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. ഇന്നലെ ചോദിച്ചത് തട്ടിപ്പ് ഗോപിയോ എന്നാണ്. ഇന്ന് ചോദിക്കുന്നു, മുങ്ങിയ ഗോപിയോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM-ൽ നിന്നും ജെയ്ക് സി തോമസ്, കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ജിൻഡോ ജോൺ എന്നിവർ തത്സമയം സ്പെഷ്യൽ എഡിഷനിൽ അതിഥികളായി പങ്കുചേരുന്നു. അല്പസമയത്തിനകം വലതു നിരീക്ഷകൻ രാഹുൽ ഈശ്വറും ഈ ചർച്ചയുടെ ഭാഗമാകും. ആദ്യം ശ്രീ ജിൻഡോ ജോൺ, ഇവിടെ രാഹുൽ ഗാന്ധി തുടങ്ങിവെച്ച ഭൂകമ്പം അത് തൃശ്ശൂരിനെയും പിടിച്ചു കുലുക്കി. പക്ഷേ ഒരു കുലുക്കവുമില്ല എന്ന മട്ടിൽ സുരേഷ് ഗോപി അഭിനയിക്കുകയായിരുന്നോ ഇന്ന്? ഇപ്പോൾ വിടാതെ മാധ്യമങ്ങൾ പിന്തുടർന്നിരുന്നു. മാധ്യമങ്ങളോടല്ല, ജനങ്ങളോട്, ആ മണ്ഡലത്തിലെ വോട്ടർമാരോട്, ജനാധിപത്യ സംവിധാനങ്ങളോട് ബഹുമാനമുണ്ട് ഈ കേന്ദ്രമന്ത്രിക്ക് തരിമ്പെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു ശരീരഭാഷയും പ്രതികരണവുമായിരുന്നോ അദ്ദേഹം നടത്തേണ്ടിയിരുന്നത്? ശ്രീ വേണുവിൻ്റെ ചോദ്യത്തിനൊരു പ്രശ്നമുണ്ട്. സുരേഷ് ഗോപി എന്ന് പറഞ്ഞ MP-യിൽ നിന്ന്, കേന്ദ്രമന്ത്രിയിൽ നിന്ന്, ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു BJP നേതാക്കന്മാരിൽ നിന്ന് ജനങ്ങളോട് ആത്മാർത്ഥതയും ഭരണഘടനയോടുള്ള കൂറും വിശ്വാസ്യതയും നിയമവ്യവസ്ഥയോടുള്ള ബഹുമാനമൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ 11 വർഷം അയാൾ പ്രതികരിക്കുക എന്നത് നമുക്ക് അയാൾ നൽകേണ്ട ഔദാര്യമല്ല ജിൻഡോ. നമുക്ക് അയാൾ നൽകേണ്ട ഔദാര്യമല്ല, ആ സമീപനമാണ് അയാൾക്കുള്ളത്. തീർച്ചയായിട്ടും അയാൾ പ്രതികരിക്കുക എന്നുള്ളത് നിയമപരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് പറയുന്നത് പോലെയല്ല, അല്ലെങ്കിൽ BJP-യുടെ കേവലം ഏതെങ്കിലും ഒരു നേതാവ് പറയുന്നത് പോലെയല്ല. ഉത്തരവാദിത്തപ്പെട്ട, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പാർലമെന്റ് അംഗം, കേന്ദ്രമന്ത്രിസഭയിലെ ഒരു അംഗം പ്രതികരിക്കേണ്ടത് സ്വാഭാവികമായിട്ടും നിയമപരമായിട്ട് നമ്മളോട് പറയാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അദ്ദേഹം പ്രതികരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ടാകുന്നതിൽ അർത്ഥമില്ല. കാരണം അത് മുൻപ് പല ഘട്ടത്തിലും അദ്ദേഹം തന്നെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയുടെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ സിനിമയുടെ മായി ബന്ധപ്പെട്ട കാര്യത്തിലായാലും, അല്ലെങ്കിൽ അതിനുശേഷം വന്നിട്ടുള്ള ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീ അക്രമം, അതിനുശേഷം ഒറീസയിൽ നടന്ന അക്രമങ്ങൾ, ഇക്കാര്യത്തിലൊന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. മാത്രമല്ല, ഇപ്പോൾ തൃശ്ശൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികരിക്കേയില്ല. ഇപ്പോൾ രാജ്യത്തെമ്പാടും രാഹുൽ ഗാന്ധി പൊട്ടിച്ച ആറ്റം ബോംബിനെ തുടർന്ന് വലിയ അലയൊലികൾ നടക്കുമ്പോൾ, വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ, ഉത്തരം മുട്ടി നിൽക്കുന്ന ഇലക്ഷൻ കമ്മീഷന് പകരം ഉത്തരം പറയാൻ വരുന്നത് BJP-ക്കാരാണ്. സമാനമാണ് സുരേഷ് ഗോപിയെ കുറിച്ചിട്ട്. അദ്ദേഹത്തിന്റെ സ്വന്തം വോട്ട് ഇരട്ട വോട്ട് വരുന്നു, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിന്റെ വോട്ട് ഇവിടെ വ്യാജമായിട്ട് ചേർക്കുന്നു, കുടുംബാംഗങ്ങളുടെ വോട്ട് ചേർക്കുന്നു, ബന്ധുമിത്രാദികളുടെ ചേർക്കുന്നു, ഡ്രൈവറുടെ മറ്റൊരു വ്യാജ വിലാസത്തിൽ ചേർക്കുന്നു, രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരെയൊക്കെ പല നാടുകളിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്ന് സർവ്വസംഖ്യകൾക്കും തൃശ്ശൂർ വോട്ട് ചേർക്കുന്നു. ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് ഉത്തരമില്ല. അതിന് കാരണം ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ സുരേഷ് ഗോപിക്ക് വേണ്ടത്ര തൊലിക്കെട്ടി എത്തിയിട്ടില്ല, ബാക്കി BJP നേതാക്കന്മാർക്ക് ഒത്ത പോലെ. അപ്പൊ നന്നായിട്ട് തൊലിക്കെട്ടിയുള്ള K. സുരേന്ദ്രനെ പകരക്കാരനായിട്ട് ഇറക്കുന്നു. ഇലക്ഷൻ കമ്മീഷനോട് ചോദ്യം ചോദിക്കുമ്പോൾ പകരക്കാരായിട്ട് BJP വന്നതുപോലെ പ്രതികരിച്ചതിലേക്ക് വരാം. ജിൻഡോ, ഇവിടെ അടിസ്ഥാന പ്രശ്നം, ഇപ്പോൾ പൊതു താല്പര്യമുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടാകും. അതിലൊരാൾ നിർബന്ധപൂർവ്വം പ്രതികരിക്കണമെന്ന ശാഠ്യം നമുക്കാർക്കും പിടിക്കാൻ കഴിയില്ല. പക്ഷേ ഇയാൾ ഒരു കള്ളനാണ്. ഇയാൾ ഇത്രമാത്രം കള്ളത്തരങ്ങൾ കാണിച്ചിരിക്കുന്നു. ഇയാൾ നേരിട്ട് മറുപടി പറയേണ്ട ചോദ്യങ്ങളാണ് അയാളുടെ മുന്നിൽ എത്തുന്നത്. അയാളുടെ ഡ്രൈവറുടെ അടക്കമുള്ള വോട്ട് എങ്ങനെയാണ് വ്യാജവിലാസത്തിൽ കള്ളവോട്ടാക്കിയിരിക്കുന്നത് ഈ വിരുദ്ധൻ? അങ്ങനെ എങ്ങനെയാണ് ഈ വിജയം അദ്ദേഹം കുറുക്കു വഴിയിലൂടെ നേടിയെടുത്തത്? ഇതൊക്കെ മാധ്യമങ്ങളിലൂടെ ഈ പൊതുസമൂഹത്തിന് മുഴുവൻ അറിയേണ്ടതാണ്. അതിന് ഉത്തരം പറയേണ്ടത് ഒരു സുരേന്ദ്രനുമല്ല, ഒരു രാജീവ് ചന്ദ്രശേഖരനുമല്ല, ഈ കള്ളത്തരം കാണിച്ച വിദ്വാൻ തന്നെയല്ലേ? തീർച്ചയായിട്ടും കള്ളത്തരം കാണിച്ച സുരേഷ് ഗോപി തന്നെയാണ് ഉത്തരം പറയേണ്ടത്. പക്ഷെ ഉത്തരം പറയില്ലെന്ന് നിർബന്ധമാണ്. അദ്ദേഹത്തിന്റെ ആക്ഷനൊക്കെ നമ്മൾ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ വേറെ ചില പരിശോധനകൾ നടത്തുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ, ഞാൻ വിചാരിക്കുന്നു ആലപ്പുഴ ഭാഗത്ത് എവിടെയാണ്, ഒരു സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരാള് വിവിധ സ്ത്രീകളെ വിളിച്ചുകൊണ്ട് കൊന്നതുമായി ബന്ധപ്പെട്ട ആക്ഷേപം വരുന്നു. അദ്ദേഹത്തിനെതിരെ നിരവധി തെളിവുകൾ കണ്ടെത്തുന്നു. അപ്പോൾ യാതൊരുവിധ മറുപടിയും പോലീസിനോട് കൊടുക്കുന്നില്ല, അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന്. സമാനമായ സാഹചര്യമാണ് തൃശ്ശൂർ നടക്കുന്നത്. സുരേഷ് ഗോപിയുടെ ചെമ്പ് തെളിഞ്ഞ ഒരു സാഹചര്യത്തിൽ ഇയാൾ അടിമുടി ഒരു വ്യാജനാണ്
കള്ളനാണ് എന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തിന് മറുപടി ഇല്ലാതെ പോകുന്നതാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വോട്ട് ഇവിടെ ചേർക്കുന്നത്, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ വോട്ട് ചേർക്കുന്നത്, അദ്ദേഹത്തിന്റെ സഹോദരന്റെ കുടുംബാംഗങ്ങളുടെ വോട്ട് ഇവിടെ ചേർത്തത്, അദ്ദേഹത്തിന്റെ ഡ്രൈവർ എങ്ങനെയാണ് മറ്റൊരാളുടെ വിലാസത്തിൽ വ്യാജമായിട്ട് വോട്ട് ചേർത്തത് എന്നുള്ളതിനെ കുറിച്ച് മറുപടി പറയണ്ടേ? അദ്ദേഹം കുറെ സിനിമകളുടെ ഡയലോഗ് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ. അപ്പൊ അദ്ദേഹം മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്, മറുപടി പറയേണ്ടതാണ്. അദ്ദേഹം മറുപടി പറയാതെ നടക്കുന്നതിന് കാരണം ഈ കളവിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് ഒരു പഠനം നടത്താത്തത് കൊണ്ടാണ്. ഇങ്ങനെ പിടിക്കപ്പെടുമെന്ന് ഒരിക്കലും വിശ്വസിച്ചില്ല. അതുകൊണ്ടാണ് BJPയുടെ കൗൺസിലറുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തുന്നത് തൃത്താലയിലെ നാഗലശ്ശേരിയിൽ പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിച്ച ബന്ധുവിന്റെ അടക്കം വോട്ടുകളാണ്. അപ്പൊ അങ്ങനെ നാനാഭാഗത്തു നിന്നും സകല BJPക്കാരെ സംഘികളെയും വിളിച്ച് തൃശ്ശൂർ കൊണ്ടുവന്ന് വോട്ട് ചേർക്കുന്നു. എന്നിട്ട് ആ വോട്ട് ചേർത്തിട്ട് ഇവിടെ ഒരു കാര്യം മാത്രമല്ല വേണു നമ്മൾ കണ്ടത്, വോട്ട് ചേർത്തതിലൂടെ മാത്രമല്ല ഇവർ ജയിക്കുന്നത്. ഇവര് 10,000-കണക്കിന് വോട്ട് അവിടെ വ്യാജമായിട്ട് ചേർക്കുന്നു. വോട്ടിംഗ് മെഷീനിൽ പോലും കൃത്രിമം നടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ നിരവധി കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇവിടെ നരേറ്റീവ് സൃഷ്ടിച്ചിട്ടാണ് ജയിക്കുന്നത്. ഒരു മാസത്തിന് ശേഷമാണ് സുരേഷ് ഗോപി മണ്ഡലത്തിലെത്തുന്നത്. അത് അയാളുടെ സൗകര്യം. ഛത്തീസ്ഗഡുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി പറയുന്നോ ഇല്ലയോ, അതും വേണമെങ്കിൽ ഒരു ആനുകൂല്യം കൊടുക്കേണ്ടതല്ല എങ്കിലും പേരിന് അത് പ്രതികരിക്കണോ വേണ്ടയോ? ഇപ്പോൾ ഇന്നലെ വി മുരളീധരൻ ഒരു വിദണ്ഡവാദം ഉന്നയിക്കുകയുണ്ടായല്ലോ. ഈ പറയുന്ന പ്രീതി മേരിയും വന്ദന ഫ്രാൻസിസും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിനകത്ത് ഉള്ളവരല്ലല്ലോ എന്ന്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിനകത്തുള്ളവരായതുകൊണ്ടാണോ ഇയാൾ ഈ ആശാവർക്കർമാരുടെ വേദി, സമരവേദിയായ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തൽ സന്ദർശിച്ചത്? അപ്പോൾ അതൊന്നുമല്ല, തരാതരം പോലെ വാദഗതികൾ ഉന്നയിക്കുകയാണ്. ഇനി ഒരു സാങ്കേതികത്വത്തിന് അത് അംഗീകരിച്ചാൽ പോലും ഈ ഒരു കള്ളൻ ഇങ്ങനെ കള്ളത്തരം കാണിച്ചിരിക്കുന്നു എന്ന് കൈയോടെ പിടികൂടപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാനൊരു കള്ളനല്ല എന്നെങ്കിലും തുറന്നു പറയുക. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഇയാൾ ഒളിച്ചോടുന്നത് എന്തിനാണ്? ഇയാൾ ഒരു മാസം മുൻപ് വന്നത് എത്ര അടിയന്തര സാഹചര്യത്തിനാണ്? ആ മണ്ഡലത്തിൽ ഒരു അടിയന്തര സാഹചര്യവുമില്ല. തൃശ്ശൂരിലെ ആനവൂട്ടിനാണ്. ഇയാളെ ആനവൈദ്യനാക്കിയല്ലോ വിട്ടിരിക്കുന്നത്. ജനപ്രതിനിധിയല്ലേ, കേന്ദ്രമന്ത്രിയല്ലേ, ഗുരുതരമായ ആരോപണങ്ങളല്ലേ ഉയർന്നിരിക്കുന്നത്. അതിനെന്തുകൊണ്ടാണ് എന്ന് മിണ്ടാത്തത്? ജയിക്ക, ചോദ്യം താങ്കളോട്. എനിക്ക് ചോദ്യം വ്യക്തമായില്ല. ജയിക്ക, ഇയാൾ ഇന്ന് നേരിട്ട് തന്നെ മറുപടി പറയേണ്ട രൂപത്തിലുള്ള ചോദ്യങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ്, ഒരു കേന്ദ്രമന്ത്രിയാണ്. അയാൾ ജനപ്രതിനിധിയായതും കേന്ദ്രമന്ത്രിയായതും എല്ലാം കുറുക്ക് വഴിയിലൂടെയാണ് എന്ന് തെളിവുകൾ സംസാരിക്കുന്നു. അതിന് വ്യക്തിപരമായി മറുപടി പറയേണ്ട ഉത്തരവാദിത്തമുള്ളയാൾ മാധ്യമങ്ങൾക്ക് നന്ദി പറഞ്ഞിട്ട് പോവുകയാണോ വേണ്ടത്? ഈ വോട്ടർമാരല്ലേ ഇയാൾക്ക് നന്ദി പറയേണ്ടത്? മതി, ഈ സേവനം ഈ രൂപത്തിൽ മതിയെന്ന് അതിനുപോലും അവസരം നൽകാതെ നന്ദി പറഞ്ഞുകൊണ്ട് പോവുകയാണോ വേണ്ടത്? തീർച്ചയായിട്ടും. അതായത് BJPയുടെ തൃശ്ശൂർ MP പദവി അലങ്കരിക്കുന്ന ഈ മാന്യനിൽ നിന്നും ഇതിലപ്പുറം ഒന്നും യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ജനസമൂഹം പ്രതീക്ഷിക്കുന്നതേയില്ല. കാരണം അങ്ങ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ തന്നെ ലക്ഷണമൊത്ത ഒരു തസ്കര സംഘം എന്നതുപോലെ ഇന്ത്യൻ സംഘപരിവാരം അനാവൃതമാക്കപ്പെട്ട മണിക്കൂറുകളിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത്. അത് മഹാദേവപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ഇന്ത്യൻ അനുഭവങ്ങൾ ഓരോ നിമിഷവും അനാവരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഞെട്ടിപ്പിക്കുമാറ് ഓരോ മണിക്കൂറുകളിലേക്കും പുതിയ പുതിയ തെളിവുകൾ അനാവൃതമാക്കപ്പെടുമ്പോൾ ഇന്ത്യയിലെ എല്ലാ ഭരണകൂട സംവിധാനങ്ങളും ഇന്ത്യൻ ചരിത്രത്തിൽ ഉദാഹരണങ്ങളോ താരതമ്യങ്ങളോ സമീകരണങ്ങളോ ഇല്ലാത്ത വിധം ഇന്ത്യൻ സംഘപരിവാരത്തിന് വിധേയമാക്കപ്പെട്ട് അടിമ മനോഭാവത്തോടുകൂടെ വിധേയമാക്കപ്പെട്ടതിനെ സംബന്ധിച്ചുള്ള തെളിവുകൾ കൂടെയാണ് പുറത്തേക്ക് വരുന്നത്. അവിടെ ഇപ്പോൾ നമ്മൾ ഇതിനോടകം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതുപോലെ തൃശ്ശൂർ MP എന്ന പദവി വലിച്ചെടുത്ത് തന്റെ തോളയിൽ വെച്ചിരിക്കുമെന്ന പ്രഖ്യാപനം അസാധാരണ ഗർവോടുകൂടെ കേരളത്തിലെ അന്നത്തെ ഭൂരിപക്ഷ മാധ്യമങ്ങളും ഇദ്ദേഹത്തിന്റെ മുമ്പിൽ വിനീത വിധേയരായി മുട്ടുമടക്കി തൊഴുകൈകളോടുകൂടെ ഇദ്ദേഹത്തിന്റെ വാർത്തകൾ സംപ്രേഷണം ചെയ്ത് നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ട്. ഏതായാലും മീഡിയ വൺ ആ സമയത്ത് ആ പട്ടികയിൽ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ആ പട്ടികയിൽ ഉണ്ടാകാതിരുന്ന അപൂർവ മാധ്യമങ്ങൾ ഒന്ന് മാത്രമായിരുന്നു മീഡിയ വൺ. ബാക്കി മലയാളത്തിലെ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും, അതായത് 99% മാധ്യമങ്ങളും ഇന്ത്യൻ സംഘപരിവാരത്തിന്റെ കേരളീയ പ്രതിരൂപം എന്ന നിലയിൽ ഇദ്ദേഹത്തിന്റെ അവതാരങ്ങൾ പാടിപ്പുകഴ്ത്തുവാനും ഇദ്ദേഹത്തിന്റെ കോപ്രായങ്ങൾക്ക് അച്ചടി മഷി പുരട്ടുവാനും ദൃശ്യചാരം നൽകുവാനും മത്സരിച്ചിരുന്നവരാണ്. പക്ഷേ വിധി വൈപരീത്യം എന്നതുപോലെ നമ്മൾ പിന്നീട് കണ്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഭർസനങ്ങൾക്ക്, ഇദ്ദേഹത്തിന്റെ തിട്ടൂരങ്ങൾക്ക്, ഇദ്ദേഹത്തിന്റെ ഗെറ്റൗട്ടുകൾക്ക് യാതൊരു നാണവും കൂടാതെ വിധേയമാക്കപ്പെടേണ്ട കേരളീയ മാധ്യമ പ്രവർത്തക സംഘം, അതിനും നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അന്ന് തന്റെ ഏറ്റവും അടുത്ത അനുയായികളായി നിന്നിരുന്ന മാധ്യമ സംഘത്തെ ഇന്ന് അദ്ദേഹം ആട്ടിപ്പായിക്കുകയാണ്. ഇന്ന് അദ്ദേഹത്തിന് പ്രതികരിക്കാൻ പ്രതികരണങ്ങളില്ല,
പറയാൻ വാക്കുകളില്ല, മാധ്യമങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ അംഗവിക്ഷേപങ്ങളില്ല, ഒന്നുമില്ല. സാധാരണ ആട്ടിപ്പായിക്കുന്ന ഒരു ഗർവും ഒരു ധാർഷ്ട്യവും കാണിക്കാറുണ്ടായിരുന്നു. അതുപോലും കഴിയാത്ത വിധത്തിൽ അങ്ങേയറ്റം പ്രതിരോധത്തിലാണ് ഇയാളുടെ ശരീരഭാഷ. അത് പ്രകടവുമാണ്. അതെ, സാധാരണഗതിയിൽ അദ്ദേഹത്തെ ഏതു സമയത്തും പിടികൂടാറുള്ള അനഭിബന്ധമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് മിന്നിമറിയാറില്ല ഭരത്ചന്ദ്രൻ IPS ഭാവങ്ങളൊക്കെ അദ്ദേഹത്തിൽ നിന്ന് നഷ്ടമായി കഴിഞ്ഞു. എന്തുകൊണ്ട് നഷ്ടമായി എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. കേരളമെമ്പാടും യുക്തിസഹമായി ചിന്തിക്കുന്ന മുഴുവൻ മലയാളികൾക്കും, അതിൽ BJPക്ക് കൂടെ അപവാദമായി ചിലരും ഉണ്ടായേക്കാം, അവരിൽ പെടുന്നവരും ഉണ്ടായേക്കാം. ഏതായാലും കാര്യങ്ങളെ സാമാന്യ യുക്തിയോടുകൂടെ വിശകലനം ചെയ്യാൻ കഴിയുന്ന മുഴുവൻ മലയാളികൾക്ക് മുമ്പിൽ അതിന്റെ കാരണം എന്താണെന്നുണ്ട്. സാധാരണ വർഷിക്കാനും ഗെറ്റ് ഔട്ട് അടിക്കുവാനും ഭരത്ചന്ദ്രൻ IPSലെ ഭാവഭാഗങ്ങൾ പ്രകടിപ്പിക്കുവാനും ഒക്കെ ശ്രമിക്കാറില്ല. തനിക്ക് അനിഷ്ടകരമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത്തരം പ്രതീകങ്ങളൊക്കെ തന്റെ മുഖത്ത് വരത്താൻ ശ്രമിക്കാറില്ല ഇദ്ദേഹം. അത്തരം ഭാവവ്യത്യാസങ്ങളൊക്കെ നഷ്ടപ്പെട്ട ഒരു സാധാരണക്കാരനായ മനുഷ്യനായി, നിശബ്ദനായി, നിർനിമേഷനായി നമുക്ക് മുമ്പിലൂടെ കടന്നു പോവുകയാണ്. ഇതിൽ ഞെട്ടിപ്പിക്കുന്ന അനുഭവങ്ങൾ എന്താണ്? ഇപ്പൊ പൂങ്കുന്നത്തെ ഫ്ളാറ്റിലെ 4C എന്ന ഒരു കേന്ദ്രം കേന്ദ്രീകരിച്ച് മാത്രമല്ലല്ലോ ഇദ്ദേഹത്തിന്റെ സഹോദരൻ, ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം കൊല്ലത്തെ ഇരുമ്പേരൂരിലെ വോട്ടറാണ്. ഇദ്ദേഹത്തിന്റെ ഡ്രൈവർ തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്തെ വോട്ടറാണ്. സംഘപരിവാരത്തിന്റെ വാലായി പ്രവർത്തിക്കുന്ന ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ആലത്തൂരിലെ നേതാവ് ഷാജി വരവൂരും സംഘവും അവർ ആലത്തൂർ നിയോജക പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാരാണ്. ഇവർക്കാകെ വോട്ട് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തേക്ക് വരുമ്പോൾ എവിടെയാണ്? തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായി കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നും ആലത്തൂരിൽ നിന്നും വടക്കു നിന്നും തെക്ക് നിന്നും ഒക്കെ സംഘപരിവാരത്തിന്റെ അടിമ സംഘം ഇദ്ദേഹത്തിന്റെ വിജയത്തിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടി, വ്യാജമായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടി മത്സരാടിസ്ഥാനത്തിൽ തൃശ്ശൂരേക്ക് വന്ന വിവരം ഈ മണിക്കൂറുകളിൽ അങ്ങയുടെ ഉൾപ്പെടെയുള്ള മാധ്യമ സ്ഥാപനങ്ങൾ തെളിവോടുകൂടെ കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ അനാവൃതമാക്കുകയാണ്. അതായത് കേരളത്തിലെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ച ബാംഗ്ലൂർ സെൻട്രലിലെ ഒരു മിനി മഹാദേവപുരയായി കേരളത്തിന്റെ സാംസ്കാരിക നഗരി എന്ന് നമ്മൾ പലപ്പോഴും ആവശ്യത്തിനും അനാവശ്യത്തിനും പറയാറുള്ള തൃശ്ശൂർ മാറിയിരിക്കുന്നു എന്ന തെളിവുകളാണ് ഇതിനോടകം പുറത്തുവിടപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഭാവം പ്രകടിപ്പിക്കാൻ ഭരത്ചന്ദ്രൻ IPS ഇല്ല, അദ്ദേഹത്തിന് ഗെറ്റ് ഔട്ട് അടിക്കാൻ, അംഗവിക്ഷേപങ്ങളോടുകൂടെ ആക്രോശിക്കാൻ വാദമുഖങ്ങളില്ല, വാക്പ്രയോഗങ്ങളില്ല, ഒന്നുമില്ല. അക്ഷരാർത്ഥത്തിൽ കിരീടവും ചെങ്കോലും നഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ ആഗ്രഹം അദ്ദേഹം തന്നെ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. വരും ജന്മത്തിൽ പൂണൂൽ ധരിക്കാൻ സാധ്യതയുള്ള ഒരു ബ്രാഹ്മണനായി, അബ്രാഹ്മണ സമുദായങ്ങളെ അധിക്ഷേപിക്കാൻ കഴിയുന്ന നിലയിൽ ഒരു പൂണൂൽധാരിയായ ബ്രാഹ്മണനായി എനിക്ക് ജനിക്കണമെന്ന് ആഗ്രഹിക്കാറുള്ള അദ്ദേഹത്തിന് സർവസ്വവും നഷ്ടപ്പെട്ട ഒരു സാധാരണക്കാരനായി നമുക്ക് മുമ്പിലൂടെ നടന്നു പോകുന്നതാണ് ഇന്ന് രാഷ്ട്രീയ കേരളം കണ്ട കാഴ്ച. പക്ഷെ അവിടെയും ഒറ്റ വാചകോടെ പറഞ്ഞ് ഞാൻ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അവിടെയും നമ്മൾ കാണേണ്ടത് എന്താണ്? അവിടെയും മറ്റേ ഈ പറയുന്നത് പോലെ ക്ഷീരമുള്ള അകിടും ചൂട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്നത് പോലെ ആക്രമിക്കപ്പെട്ട കന്യാസ്ത്രീകൾ, അതേപോലെ തന്നെ ഇന്ത്യൻ സാഹചര്യം, കേരളത്തിന് നേരിടേണ്ട വന്ന തിരിച്ചടി, അതിനെയൊക്കെ മറച്ചു വെച്ച് അതിനിടയിലൂടെ അദ്ദേഹം പോകുന്നത് കോതമംഗലത്തേക്കാണ്. കോതമംഗലം വഴി ഇന്ത്യക്കൊരു ദേശീയപാത കേരളത്തിലേക്ക് വെട്ടാൻ കഴിയുമോ എന്ന പരിശോധന തിരിച്ചടിക്കിടയിലും അദ്ദേഹം നടത്തുകയാണ്. ശരി, അതിലേക്ക് വരാം. ജയ്ക്ക് അങ്ങ് പറഞ്ഞത് പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. പക്ഷെ അതിലേക്ക് നമുക്ക് സാവകാശം വരാം. രാഹുൽ ഈശ്വർ, ഇവിടെ ഇന്നിപ്പോൾ ഒരു മാസത്തിന് ശേഷം സുരേഷ് ഗോപി വന്നിറങ്ങുകയാണ്. തൃശ്ശൂരിൻ്റെ പ്രിയപുത്ര എന്ന് BJPക്കാർ വിളിക്കുന്നു. അത് അവിടുത്തെ വോട്ടർമാരാണോ? ഇപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ വേണ്ടല്ലോ. ഇപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും, ഇന്ത്യയിൽ എവിടെ നിന്ന് വേണമെങ്കിലും എത്തിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം അവിടെ അദ്ദേഹം രൂപപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് തൃശ്ശൂരിൻ്റെ വീരപുത്ര എന്ന് വിളിക്കുന്നവർ തൃശ്ശൂരുകാരാണോ എന്നതിൽ ഒരു സംശയവും വേണ്ട. കേരളത്തിന് ആകെ ആ കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ തൃശ്ശൂരിൻ്റെ വീരപുത്ര എന്ന് എത്ര കണ്ഠങ്ങൾ കൊണ്ട് വിളിപ്പിച്ചാലും വ്യാജപുത്ര എന്നേ അത് പുറത്ത് കേൾക്കൂ. വീര എന്ന് കേൾക്കുമ്പോഴും അതുപോലെ തന്നെയാണ് തട്ടിപ്പ് വീര എന്നേ പുറത്ത് തോന്നിക്കുകയുള്ളൂ. കാരണം അത്രയും വലിയ കാപട്യമാണ് അവിടെ നടന്നിരിക്കുന്നത്, ജനാധിപത്യത്തെ കുഴിച്ചുമൂടിയിരിക്കുന്നത് എന്നതിൻ്റെ സംസാരിക്കുന്ന തെളിവുകൾ പൊതുമണ്ഡലത്തിലുള്ളപ്പോൾ ഈ വ്യക്തി എവിടേക്കാണ് ഓടുന്നത്? കോതമംഗലത്തേക്കാണോ അടിയന്തരമായി ഓടേണ്ടത്? ശ്രീ വേണുജി, 2 പോയിന്റുകൾ, അങ്ങനെ 2 പോയിന്റുകൾ കേട്ടിട്ടേ പ്രതികരിക്കാവൂ. ഒന്ന്, 40 വർഷത്തിലധികമായി കേരളീയ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന നമ്മുടെയൊക്കെ സൂപ്പർ സ്റ്റാർ ആയ ഭരത് ശ്രീ സുരേഷ് ഗോപി MP എന്ന വ്യക്തിയെ അയാൾ
ഇയാൾ കള്ളൻ തുടങ്ങിയ കാര്യങ്ങൾ വിളിക്കുന്നതിൽ നിന്ന് നമ്മളെല്ലാവരും, അങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അതിൽ നിന്ന് പിൻവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീ സുരേഷ് ഗോപിയോട് ആശയപരമായ യോജിപ്പ് കാണാം. പക്ഷേ സുരേഷ് ഗോപി നമ്മുടെ നാടിന്റെ, സിനിമയുടെ, പൊതുമണ്ഡലത്തിന്റെ ഒരു വലിയ, എന്താ പറയുക, എനിക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ വളരെ ജനസമ്മതിയുള്ള ഒരാളാണ്. നമ്മുടെ കേന്ദ്രമന്ത്രിയെ അല്ലെങ്കിൽ നമ്മുടെ MP-യെ, ഇതൊക്കെ പോട്ടെ, ശ്രീ സുരേഷ് ഗോപി എന്ന വ്യക്തിയെ ആ രീതിയിൽ അധിക്ഷേപിക്കുന്നത് ഒരു കാരണവശാലും ശരിയല്ല. മുങ്ങി, തട്ടിപ്പ് വീരൻ, പ്രയോഗങ്ങൾ ശ്രീ സുരേഷ് ഗോപി പപ്പു എന്നൊന്നും വിളിക്കുന്നില്ലല്ലോ. അയാൾ കള്ളൻ, കള്ളൻ എന്നൊക്കെ വിളിക്കുന്നത് പോലെ ഇപ്പോ അല്ലല്ല, പപ്പു എന്ന് വിളിക്കുന്നില്ല. നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഷാഡോ പ്രൈം മിനിസ്റ്റർ ഷാഡോ പ്രൈം മിനിസ്റ്റർ, നമ്മുടെ രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും വംശപാരമ്പര്യത്തിലുള്ള രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിക്കുന്നതും ഫേക്കു എന്ന് വേറെ ആരെങ്കിലും വിളിക്കുന്നതും ഒക്കെ തെറ്റാണ്. ഇതിനൊന്നും രണ്ട് വശങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കതൊരു ജനാധിപത്യപരമായ ആശയ സംവാദമാക്കി നിർത്തണമെന്നുള്ളതാണ് ആദ്യത്തെ ജനാധിപത്യത്തെ സംശയത്തിലാക്കിയിരിക്കുകയാണ്. അല്ലല്ല, ഒരു സെക്കൻഡ്. രാഹുലെ നേരിട്ടുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയേണ്ടതാണ്. ഇനി അദ്ദേഹം എന്ന് പറയാത്തത് കൊണ്ടാണ് മറുപടി പറയാത്തത് എങ്കിൽ അദ്ദേഹം മറുപടി പറയേണ്ടതാണ്. പറഞ്ഞില്ലല്ലോ. അങ്ങനെയല്ല. രണ്ട്, സംഘിയല്ല സംഘപരിവാറുകാരൻ, കമ്മിയല്ല കമ്മ്യൂണിസ്റ്റുകാരൻ, സഖാവ്, കൊങ്ങിയല്ല കോൺഗ്രസ്. അപ്പൊ നമ്മളിത് വളരെ സെൻസിറ്റീവ് ആയ ഒരു വിഷയമാണ്. യഥാർത്ഥത്തിൽ കുറച്ചുകൂടെ വിശാലാർത്ഥത്തിൽ പറഞ്ഞാൽ ഓപ്പറേഷൻ രാജ്യത്തെ ഒന്നിപ്പിച്ചതുപോലെ ഓപ്പറേഷൻ വോട്ട് ചോരി നമ്മുടെ രാജ്യത്തെ ഒന്നിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് കേൾക്കുന്ന BJP-കാരനും സാധാരണ BJP വോട്ടർക്കും സംഘപരിവാറിന്റെ വോട്ടർക്കും നടന്നത് തെറ്റാണെന്നും രാജ്യവ്യാപകമായി നടന്ന തെറ്റാണെന്നും ഇത്തരത്തിലുള്ളൊരു കാര്യം ഇനി ഉണ്ടാകരുതെന്നും ഉള്ളൊരു നിശ്ചയദാർഢ്യത്തിലേക്കും ബോധ്യത്തിലേക്കും ഈ രാജ്യത്തെ കൊണ്ടുവരാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് കഴിയണം. കാരണം നടന്നത് ശരിയല്ല എന്ന് ആർക്കും തോന്നുന്നില്ല. 1,248,000 രണ്ടുപേരുടെ അതിന് മറുപടിയാണ്. രണ്ടുപേരുടെ ന്യായമാണ് ഇലക്ഷൻ കമ്മീഷൻ ശകുന്റെയും ശ്രീവാസ്തവയുടെയും കാര്യത്തിൽ പറഞ്ഞത്. 1,248,000 വോട്ടുകൾ വ്യാജമാണ് എന്ന കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ പോലും എതിരഭിപ്രായമില്ല. അപ്പൊ ഈ വിഷയത്തെ കുറെ കൂടെ സന്തുലിതമായി സമവായത്തിന്റെ ഭാഷയിൽ സ്വീകരിക്കുകയാണെങ്കിൽ അത് രാജ്യത്ത് ഒരുപാട് പോസിറ്റിവിറ്റി കൊണ്ടുവരും. രണ്ട്, ശ്രീ സുരേഷ് ഗോപി തീർച്ചയായിട്ടും റമീസിന്റെ മാതാപിതാക്കളെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. സോന എൽദോസിന്റെ വീട്ടിൽ പോയതിൽ ഒരു തെറ്റുമില്ല, നല്ലതാണ്, അതൊരു വിഷയം തന്നെയാണ്. അത് ഈ പറയുന്നത് പോലെ ലവ് ജിഹാദ് പ്രൊപ്പഗാൻഡ ഒന്നും വേണ്ട. പക്ഷേ ആ കുട്ടിയുടെ മരണം ഒരു സീരിയസ് ആയ വിഷയമാണ്, അതിനെ അഡ്രസ് ചെയ്യണം. മൂന്ന്, ഈ വിഷയത്തിൽ അദ്ദേഹം വരും ദിവസങ്ങളിൽ പ്രതികരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ വിഷയം മാത്രമല്ല, പ്രത്യേകിച്ച് കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ സുരേന്ദ്രൻ പറയുകയാണ് ഈ വിഷയത്തിൽ സുരേഷ് ഗോപി പ്രതികരിക്കേണ്ടതില്ല. സുരേഷ് ഗോപി അല്ല തെരഞ്ഞെടുപ്പ് നടത്തിയത് പാർട്ടിയാണെന്ന്. വളരെ ശരിയാണ്. ഇപ്പോൾ അത് രാജ്യം മുഴുവൻ വ്യക്തമായിരിക്കുകയുമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത്, BJP ആണ്. അപ്പൊ സത്യമാണ്, സുരേന്ദ്രൻ വല്ലപ്പോഴുമെങ്കിലും പറയും എങ്കിലും അത് സത്യമാണ്. അല്ല, നിൽക്കട്ടെ. ഇനിയിപ്പോ അത് പർവ്വതീകരിച്ചുള്ള അർത്ഥമാണെങ്കിൽ അല്ല, ഒരു സെക്കൻഡ് രാഹുലെ, അല്ല, ഇലക്ഷൻ കമ്മീഷൻ പ്രതിരോധമാണെങ്കിൽ പിന്നെ ഇലക്ഷൻ കമ്മീഷന്റെ വക്താക്കളായിട്ട് വരുന്നത് എല്ലാം BJP-കാരാണല്ലോ. അത് വിചിത്രമാണല്ലോ. അതാണല്ലോ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുലെ, നമുക്ക് ആ വിഷയത്തിലേക്കല്ല പോകേണ്ടത്. അല്ല, ഒരു സെക്കൻഡ്. അങ്ങ് പറഞ്ഞു വരും ദിവസങ്ങളിൽ അദ്ദേഹം വായ തുറക്കുമെന്ന്. അങ്ങനെ അദ്ദേഹം ഏത് ദിവസം വായ തുറക്കുമെന്ന് കാത്തിരിക്കേണ്ട ഗതികേട് ഒരു വോട്ടർക്കുമില്ല അല്ലേ? ഒരാൾക്കൊരു വോട്ട് എന്നതാണ് രാജ്യത്തെ ജനാധിപത്യത്തിന്റെ അന്തസത്ത. അത് വെല്ലുവിളിക്കപ്പെട്ടിരിക്കുന്നു. അത് വെല്ലുവിളിച്ചയാളുടെ പേരാണ് സുരേഷ് ഗോപി. അദ്ദേഹമായാലും അയാളായാലും ഇനി അയാൾ പറയേണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹം പറയേണ്ടത് അതെങ്ങനെ സംഭവിച്ചു എന്നതിൽ അദ്ദേഹത്തിന്റെ വിശദീകരണമാണ്. അത് ഇന്ന് വരും നാളെ വരും കിട്ടാക്കനിയായി മോഹിച്ചിരിക്കേണ്ട ഒന്നല്ല, പറയാൻ ബാധ്യതപ്പെട്ട ഒരു തട്ടിപ്പിന്റെ വിവരങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അയാൾ അത് പറയുന്നത്. ഒറ്റ മിനിറ്റ്. സുരേന്ദ്രൻ പറഞ്ഞു അയാൾ പറയില്ല എന്ന്. കാരണം പാർട്ടിയാണത് പറയുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പാർട്ടിയല്ല, ഇലക്ഷൻ കമ്മീഷനാണ് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളിൽ വിശദീകരണം നൽകേണ്ടത്. ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷന്റെ പൊസിഷൻ എന്താണെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ നോക്കേണ്ടത്. ഇലക്ഷൻ കമ്മീഷൻ ഒന്നോ രണ്ടോ ഫ്രിവലസ് നേരിട്ടറിയേണ്ടത് അല്ല, സുരേഷ് ഗോപി പറയുമെന്ന് വിചാരിക്കുന്ന കാര്യം രാഹുലിനോട് ചോദിക്കുകയാണ്. ഈ അജയകുമാറിന്റെ കാര്യമാണ് അറിയേണ്ടത്. ഇയാളുടെ ഡ്രൈവറാണ്, വ്യാജ മേൽവിലാസത്തിലാണ് അവിടെ പോയത്, വോട്ട് ചെയ്തത്. ശുദ്ധ കള്ളത്തരമല്ലേ കാണിച്ചിരിക്കുന്നത്? അതിനുള്ള മറുപടി രാഹുൽ.
അല്ല അതാ പറയുന്നത്, അതിന്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. ഇപ്പം നമ്മുടെ ഗോപാലകൃഷ്ണൻ ജി ഒക്കെ അങ്ങനെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ ആൾക്കാരെ അവിടെ കൊണ്ടുപോയി വോട്ട് ചെയ്യിക്കും തുടങ്ങിയ പ്രസ്താവനകൾ പറഞ്ഞിട്ടുണ്ട്. അവരുടെ പാർട്ടി പൊസിഷൻ ഇതായിരിക്കും. ഞാൻ പറഞ്ഞു, ഈ വിഷയത്തിൽ ഞാൻ ശ്രീ സുരേഷ് ഗോപിയോട് മറ്റും സംസാരിച്ചിട്ടില്ല. കുറച്ചു കാലം മുമ്പ് കന്യാസ്ത്രീമാരുടെ വിഷയത്തിൽ അദ്ദേഹം ഒരു നിലപാട് പറയണമെന്ന് ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ അത് പറയണം, കാര്യം അത് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിന്റെ ഇലക്ഷൻ കമ്മീഷനാണ് രാഹുലെ ഗോപാലകൃഷ്ണൻ അല്ലല്ലോ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഒരു സെക്കൻഡ്. സ്ഥിരതാമസക്കാരൻ എന്ന സത്യവാങ്മൂലമില്ലാതെ വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്താൻ കഴിയില്ല. ഇത് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളാണ്. ജനപ്രാതിനിധ്യ നിയമത്തിലെ 31-ാം വകുപ്പ് പ്രകാരം വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിലോ തിരുത്തുന്നതിലോ പരിഷ്കരിക്കുന്നതിലോ സത്യവാങ്മൂലം നൽകണം. ഇതിൽ തെറ്റായ സത്യവാങ്മൂലം നൽകുകയാണെങ്കിൽ അത് കുറ്റകരമാണ്. അപ്പോൾ ഇവിടെ താമസിക്കുന്നു എന്നാണ് അജയകുമാർ സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നത്. അജയകുമാർ അവിടെ താമസിക്കുന്നില്ല. അവിടെ പ്രസന്ന അശോകനാണ് താമസിക്കുന്നത്. ആ സ്ത്രീ സത്യസന്ധമായി ധീരമായി ജനാധിപത്യത്തിൻ്റെ ഒരു കാവലാളെന്ന നിലയിൽ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് കേരളം നടുങ്ങുന്ന ഈ വിവരങ്ങളെല്ലാം അണമുറിയാതെ ഇപ്പോൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി എന്ത് ചെയ്തോ സമാനമായൊരു റോളാണ് പ്രസന്ന അശോകൻ കേരളത്തിൽ ചെയ്തിരിക്കുന്നത്. രാഹുലെ, അപ്പോൾ അതുകൊണ്ട് ഗോപാലകൃഷ്ണനല്ല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. രാഹുൽ, ഈ കാര്യത്തിൽ മറുപടി എന്താണ്? അല്ല, പ്രസന്ന അശോകൻ രാഹുൽ ഗാന്ധിയോട് കമ്പയർ ചെയ്യുമെങ്കിൽ ആയിക്കോട്ടെ, അതൊക്കെ അത് ആലങ്കാരിക സത്യത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരൊക്കെയാണ് വോട്ടുകൾ. അതെ, അത് സത്യം, നല്ലതാണ്. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഇലക്ടോറൽ റോൾ ക്ലാരിഫൈ ചെയ്യേണ്ട പോരാട്ടം യോജിക്കുന്ന ഒരു സാധാരണ ഇന്ത്യക്കാരിൽ ഒരാളാണ്. രാഹുൽ ഗാന്ധി മടി കാണിക്കാത്ത അജയകുമാർ പ്രസന്നയുടെ ഫ്ളാറ്റിലെ താമസക്കാരനല്ല. അങ്ങനെ താമസക്കാരനായതുകൊണ്ടാണ് അയാൾ അവിടെ വോട്ടറായത്. അങ്ങനെയാണ് സുരേഷ് ഗോപിക്ക് ഒരു വോട്ട് കിട്ടിയത്. ആ തട്ടിപ്പിന്റെ ഉടമസ്ഥൻ ആരാണ്? അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ? അല്ല, അവിടെയാണ് ഇത്തരം കാര്യങ്ങളുടെ സാങ്കേതികത്വം മുമ്പ് നമുക്കെല്ലാം അറിയാമല്ലോ. പല ആൾക്കാരും അങ്ങനെ ചെയ്യാറുണ്ട്. അത് പലപ്പോഴും വ്യാപകമായിട്ടുള്ള ശരിയല്ലാത്തൊരു പ്രാക്ടീസാണ്. ഇപ്പം പണ്ട് എല്ലാവരും ഇലക്ഷൻ കമ്മീഷൻ എത്ര രൂപ ചെലവാക്കി എന്ന് കൊടുക്കൂലേ, എത്ര രൂപ ചെലവാക്കി എന്ന് കൊടുക്കുമ്പോൾ കൃത്യമായ ഫിഗേഴ്സ് ആണോ കൊടുക്കുന്നത്? അപ്പം പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ സാങ്കേതികത്വം മാത്രമായിട്ടാണ് ആൾക്കാർ കണ്ടിട്ടുള്ളത്. ഒരുപക്ഷെ പുതിയൊരു മൂവ്മെന്റ് ആയിരിക്കും ഇലക്ടറൽ റോളിനെ ശുദ്ധീകരിക്കാൻ. അത് പോസിറ്റീവായി നമ്മൾ കാണാം. വ്യക്തിപരമായ അധിക്ഷേപങ്ങളോ ഏതെങ്കിലും ഒരാളെയോ അയാളുടെ കുടുംബത്തെയോ കുടുംബത്തെയോ ഒക്കെ ഉന്നയിക്കുന്നവരുടെ എല്ലാം പിടിവള്ളി എന്ന് പറയുന്നത് ഇതൊക്കെ സ്വാഭാവികമായി നടക്കുന്നത് ആണ് എന്നാണ്. ഇതൊക്കെ സ്വാഭാവികമായി നടക്കുന്നതാണെങ്കിൽ പിന്നെ ഇത്രയും ചെലവും കൊടുത്ത് നാം ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനത്തിന് എന്തിനാണ് വെക്കേണ്ടത്? ഇപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പാർട്ടികൾ ചെയ്യുന്നു എന്നതൊരു വാദത്തിന് അംഗീകരിച്ചാലും ജിൻഡോ, പാർട്ടികൾ തന്നെ ഇത് കണ്ടെത്തണം. അങ്ങനെയാണ് പിന്നെ എന്തിനാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? പാർട്ടികൾ വളരെ വിശദമായി എല്ലാവരെയും ഇലക്ടറൽ റോളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കും. കാരണം അത്രയും ശക്തമായി ജനാധിപത്യത്തിൻ്റെ പ്രതികരണം അവിടെ ഉണ്ടാകാൻ വേണ്ടി. അതിലെന്തെങ്കിലും തട്ടിപ്പ് നടക്കുന്നുവെങ്കിൽ അത് പരിശോധിക്കാൻ കൂടിയുള്ള സംവിധാനമാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. അതിനാണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഭരണാധികാരിക്കും തൊടാൻ കഴിയാത്ത വിധത്തിലുള്ള ഇമ്മ്യൂണിറ്റി ഈ ഉദ്യോഗസ്ഥർക്ക് മുഴുവൻ കൊടുക്കുന്നത്. അത് ഭരണഘടന നൽകുന്ന ഇമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അത് കീശയിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷം ഇതെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന ന്യായം ഈ തട്ടിപ്പ് വീണ്ടും തുടരും എന്നതിൻ്റെ സാധ്യതയ്ക്കല്ലേ വളം വെച്ചു കൊടുക്കുക? ഇത്തരം വാദഗതികളെ നിങ്ങൾ എങ്ങനെയാണ് പ്രതിരോധിക്കുക? തീർച്ചയായിട്ടും വേണു, തീർച്ചയായിട്ടും 100% ശരിയാണ്. പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട് അതിൻ്റെ കൂടെ വായിക്കാനായിട്ട്. നമ്മൾ ഈ 5-6 ദിവസമായല്ലോ രാഹുൽ ഗാന്ധി തുറന്നുവിട്ട ഈ വലിയ ആക്ഷേപത്തെ തുടർന്നുള്ള ചർച്ചകൾ നടക്കുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും കേന്ദ്ര സർക്കാരും ഒക്കെ വല്ലാത്ത സംശയം എന്നല്ല, കട്ടെടുത്ത വിജയം എന്നുള്ള ആക്ഷേപത്തിൽ നിൽക്കുമ്പോൾ ഇതുവരെ ഒരു അംഗീകരിച്ചില്ല. ഇന്നു മുതൽ BJPയുടെ നേതാക്കന്മാർ സമ്മതിച്ചു തുടങ്ങി. അതാണ് സകല സംഖ്യകളും പതുക്കെ പറഞ്ഞു തുടങ്ങി. ഇത് അങ്ങനെ എല്ലാവരും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങളും ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അവരും ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പായി. ഇത് നിയന്ത്രിക്കാനും ഇത് കണ്ടെത്താനും ഇതിനെ കറക്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തപ്പെട്ട ഭരണഘടനാ സ്ഥാപനമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇപ്പോൾ ഭരണഘടനാ സ്ഥാപനം എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ BJPയുടെ ഭരണഘടനയ്ക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. കാരണം അമിത്ഷായും നരേന്ദ്രമോദിയുമാണ് തീരുമാനിക്കുന്ന ആരാകണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന്. അവർ തീരുമാനിക്കും എങ്ങനെ തെരഞ്ഞെടുപ്പ് നടക്കണമെന്നും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ എങ്ങനെയാണെന്നും ഒക്കെ അവർ തീരുമാനിക്കും. അതുകൊണ്ട്
ഭരണഘടനാ സ്ഥാപനം എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പ്രവർത്തിക്കുന്നത് BJPയുടെ ഭരണഘടനയ്ക്ക് അനുസരിച്ചാണ്. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇന്നിപ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞു കള്ളവോട്ട് ചേർക്കുന്നതിനെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്ന രീതിയിൽ അങ്ങനെ പലരും പറയുന്നുണ്ട്. ഇപ്പോൾ ഇതേ സമയം തന്നെ കേരളത്തിലെ മറ്റൊരു ദൃശ്യമാധ്യമത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു ചർച്ചയിൽ ഉത്തരവാദിത്തപ്പെട്ട BJPയുടെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ പത്മനാഭൻ പറയുന്നത് കള്ളവോട്ട് ഞങ്ങൾ ചേർത്തിട്ടുണ്ട്, മുൻപും ചേർത്തിട്ടുണ്ട്, ഇനിയും ചേർക്കും, ഇപ്പോഴും ചേർത്തുകൊണ്ടിരിക്കുകയാണ്, അത് ഞങ്ങളുടെ മിടുക്കാണെന്ന് വേണൂര് പരിശോധിക്കാവുന്നതാണ്. ഇങ്ങനെ ഉളുപ്പില്ലാതെ ഒരു നിയമവിരുദ്ധ പ്രവർത്തനത്തെ, ഒരു ഭരണഘടനാ ലംഘനമായിട്ടുള്ള പ്രവർത്തനത്തെ എൻഡോഴ്സ് ചെയ്ത് പറയുന്ന രീതിയിലേക്ക് BJP 6ാം ദിവസത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ ഇവർ പിടിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി മറ്റൊന്നും പറഞ്ഞു നിൽക്കാനില്ല. ഇപ്പോൾ സുരേഷ് ഗോപി വലിയ മാന്യനാണ്, അദ്ദേഹത്തെ വോട്ട് കളനെന്നും വിളിക്കരുതെന്ന് ഞാൻ ഉത്തരവാദിത്വ ബോധത്തോടെ പറയും. കട്ടെടുത്ത വിജയം അതിന്റെ കിരീടം തലപ്പാവായിട്ട് കൊണ്ടു നടക്കുന്ന സുരേഷ് ഗോപി, ഇപ്പോൾ ഒരു ഒറ്റ ചോദ്യത്തിന് പോലും ഉത്തരം പറയാൻ ആർജവമില്ലാത്ത സുരേഷ് ഗോപിയെ വോട്ട് കളൻ എന്ന് തന്നെ പറയും. സുരേഷ് ഗോപിയുടെ ചെമ്പ് തെളിയിക്കപ്പെട്ടു. സുരേഷ് ഗോപിയുടെ കുടുംബത്തിന്റെ സഹോദരന്റെ കുടുംബത്തിന്റെയും സ്വന്തം ഡ്രൈവറുടെ അടക്കം കള്ള വോട്ടുകൾ ചേർത്തിട്ട് അതിനെക്കുറിച്ചിട്ടൊരു മറുപടി പറയാൻ പറ്റുന്നില്ല. വ്യാജ സത്യവാങ്മൂലം കൊടുത്തത് അത് നിയമവിരുദ്ധമല്ലേ? അതിനെതിരെ ക്രിമിനൽ കേസ് എടുക്കണ്ടേ? മറുപടി പറയണ്ടേ? മറുപടി ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇവർ ചെയ്ത കള്ളത്തരത്തിന് മറുപടി പോലും പറയാൻ പറ്റാത്തത്ര ഗതികേടിൽ ഇവരെത്തിയെന്ന. ഇനി ഫേക്കു എന്ന് പ്രധാനമന്ത്രിയെ വിളിച്ചു എന്ന് ഞാൻ ചോദിക്കട്ടെ വേണു, ഫേക്ക് വോട്ടർ ലിസ്റ്റും വോട്ടർ പട്ടികയിലും വോട്ടിംഗ് മെഷീനിലും ഒക്കെ കൃത്രിമം നടത്തി ഫേക്ക് പ്രാക്ടീസസിലൂടെ മാൽ പ്രാക്ടീസസിലൂടെ അധികാരം കൈയാളുന്ന ഒരു പ്രധാനമന്ത്രിയെ ഫേക്ക് എന്ന് വിളിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? കട്ടെടുത്ത വിജയമല്ലേ? നരേന്ദ്രമോദി 11 വർഷമായിട്ട് മാധ്യമങ്ങളോട് മറുപടി പറയുന്നില്ല. ഇപ്പോൾ ഒരു വർഷത്തിലേറെയായിട്ട് സുരേഷ് ഗോപി മറുപടി പറയുന്നില്ല. അപ്പൊ കട്ടെടുത്ത വിജയം തലപ്പാവായി കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് മാധ്യമങ്ങളോടും പൊതുജനങ്ങളോടും സ്പോണ്ടേനിയസ്ലി മറുപടി പറയാൻ പറ്റില്ല, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അപ്പൊ അവർ ഒളിച്ചു നടക്കും. ഇലക്ഷൻ കമ്മീഷന് പകരം BJPയുടെ മറ്റേ വായ്ത്തലയില്ലാത്ത കുറെ വക്താക്കൾ വന്ന് മറുപടി പറയും. സുരേഷ് ഗോപിയെ പോലുള്ള ആളുകളോട് ചോദ്യം ചോദിക്കുമ്പോൾ സംസ്ഥാന പ്രസിഡന്റായിരുന്ന സുരേന്ദ്രനെ പോലുള്ള ആളുകൾ ചോദിക്കും. അപ്പൊ സുരേന്ദ്രൻ നമ്മോട് പറയുന്നത് തൂങ്ങി ചത്തുകൂടെ എന്നാണ്. ചത്തതിനൊപ്പമാണ് ഇപ്പൊ സുരേന്ദ്രന്റെ ജീവിതം. കാരണം എന്താ? രാജീവ് ചന്ദ്രശേഖർ വന്ന് ഈ പാർട്ടിയെ അങ്ങനെ തന്നെ വിലക്കെടുത്തപ്പോ സുരേന്ദ്രന്റെ അവസ്ഥ അങ്ങനെയാണ്. അതുപോലെയാണ് കേരളത്തിലെയും ഈ രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും എന്ന് തെറ്റിദ്ധാരണയാണ് സുരേന്ദ്രന്. ആ തെറ്റിദ്ധാരണ മാറ്റേണ്ടതുണ്ട്. നിയമപരമായിട്ട് സുരേഷ് ഗോപിക്ക് അവിടെ MP എന്ന് പറഞ്ഞ സ്ഥാനത്തിരിക്കാൻ അർഹതയില്ല. സ്വന്തം കുടുംബത്തിന്റെയും സ്വന്തം ഡ്രൈവറുടെ അടക്കം വ്യാജ വോട്ടുകൾ ചേർത്തിട്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കുമ്പോൾ ഒരു വോട്ടെങ്കിലും വ്യാജ വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന് മാത്രമല്ല ഇന്നിപ്പോ പുതിയ കൂടുതൽ വിവരങ്ങൾ കൂടെ വരുന്നുണ്ട്. ഈ സുരേഷ് ഗോപിയുടെ ഡ്രൈവറിന്റെ കാര്യമാണ് നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അജയകുമാർ. ഇപ്പോൾ പുതുതായി വരുന്ന വിവരം മീഡിയ അവിടെ നിന്ന് അതും പുറത്തുവിടുകയുണ്ടായി. തിരുവനന്തപുരം പുന്നയ്ക്കാമുകൾ സ്വദേശിയായ സന്തോഷ് കുമാർ ഇദ്ദേഹത്തിന്റെ അടുത്ത അനുയായിയാണ്. പൂങ്കുന്നത്ത് നിന്ന് വ്യാജവിലാസത്തിൽ പേര് ചേർക്കുകയാണ് വന്നിട്ട്. സുരേഷ് ഗോപിയുടെ അടുത്ത ആളുമാണ്. ഈ ക്യാപിറ്റൽ വില്ലേജിൽ തന്നെയാണ് ഈ പറയുന്ന സന്തോഷ് കുമാറിൻ്റെയും പേര് വ്യാജമായി ചേർത്തിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഈ വിദ്വാന്റെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കരട് ലിസ്റ്റിലും ഈ വിദ്വാന്റെ വോട്ട് കിടക്കുന്നത് പാങ്ങോട് LP സ്കൂളിലാണ്, ആ ബൂത്തിലാണ്. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മാത്രമായിട്ട് ഇദ്ദേഹം പറന്നു വന്ന് ഇറങ്ങുകയാണ്. ഇവിടെ ഞാനൊന്ന് ജയിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ രാഹുലെ ഗോപാലകൃഷ്ണൻ ഒരു ചാനൽ ചർച്ചയിലിരുന്ന് പറഞ്ഞു എന്ന് പറയുന്നു, ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിയമവിരുദ്ധത ഒന്നുമില്ല എന്ന്. എങ്ങനെയാണ് അങ്ങനെ പറയാൻ കഴിയുന്നത്? അതിനുള്ള സാഹചര്യം ഒരുക്കിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഈ 2024 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചട്ടങ്ങൾ, നിയമങ്ങൾ അതൊക്കെ അവിടെയുണ്ട്. അതൊന്നുമില്ലാതെ സർക്കുലർ ഇറക്കിയിരിക്കുകയാണ്. ഈ സർക്കുലർ ഇറക്കിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ 6 മാസം നിബന്ധനയൊന്നുമില്ല. 2 ദിവസം താമസിച്ചാലും മതി, ഒരു പോസ്റ്റ് കാർഡ് കൊണ്ടുവരണമെന്നേ ഉള്ളൂ. അതാണ് സുനിൽ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മിസ്ഡ് കോളിലൂടെ പാർട്ടി അംഗത്വം കിട്ടുന്ന പാർട്ടി എല്ലാം കീഴ്പ്പെടുത്തി വെച്ചിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം സർക്കുലറുകൾ ഇറക്കും. പോസ്റ്റ് കാർഡുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ വോട്ടറായി, എവിടെ വേണമെങ്കിലും പോയി വോട്ട് ചെയ്യാം. അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മണ്ഡല പുനർനിർണയം? ഹേ സുരേന്ദ്ര എന്ന് ചോദിക്കേണ്ടി വരും. ഈ മണ്ഡല പുനർനിർണയമൊന്നും വേണ്ടല്ലോ, മണ്ഡല അതിർത്തികളൊന്നും വേണ്ടല്ലോ. ആർക്കും എവിടേക്ക് വേണമെങ്കിലും യഥാനുസരണം എല്ലാ ഇഷ്ടത്തോടെയും കൂടി ഒരു പോസ്റ്റ് കാർഡും വെച്ചുകൊണ്ട് പോയി വോട്ടറാകാൻ കഴിഞ്ഞാൽ പിന്നെ എന്ത് തെരഞ്ഞെടുപ്പാണ് നടക്കുക രാഹുലെ? അല്ല വേണുജി, അത് വളരെ വളരെ സീരിയസ് ആയ ഒരു പ്രശ്നമാണ്. അവിടെയാണ് നമ്മുടെ പൊതുസമൂഹം കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറമായി ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇതിന് ഒരു ചേഞ്ച് ഉണ്ടാകണം. നമ്മുടെ നാട്ടിൽ ഇലക്ടോറൽ സിസ്റ്റത്തെ ഇന്നേ വരെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. ഒന്നോ രണ്ടോ രാഹുലെ സുരേഷ് ഗോപി അത് പറയട്ടെ. പ്രാക്ടിക്കൽ അല്ലല്ലോ. എന്താ വേണുജി, കുറെ കൂടെ നമ്മൾ റിയലിസ്റ്റിക് ആയി ഈ കാര്യത്തെ കാണണ്ടേ? ഇതൊരു ഘടനാപരമായ പ്രശ്നമാണ്. ഇതൊരു സ്ട്രക്ചറൽ ഇഷ്യൂ ആണ്. അതായത് ഇത് എ പാർട്ടിയോ ബി പാർട്ടിയോ നല്ല ബുദ്ധിയുണ്ട്. ഘടനാപരമായ പ്രശ്നമാണ്. രാഹുലെ അജയകുമാറിനെ ഇവിടെ കൊണ്ടുവരാനും വ്യാജമേൽവിലാസത്തിൽ ഇതെല്ലാം ചെയ്യാനും ഒരു സെക്കൻഡ് പഴുതുകൾ കണ്ടുപിടിക്കാനുള്ള വിദ്യ മുഴുവൻ അറിയാം.
അത് ശുദ്ധീകരിക്കുക എന്ന ഉത്തരവാദിത്തം സാങ്കല്പികമായി പോകുമല്ലേ? അല്ല, അങ്ങനെയല്ല. ഇപ്പം തന്നെ നമ്മുടെ മുനീർ സാർ കോഴിക്കോട് ചേർത്തു എന്ന് പറഞ്ഞു. ശ്രീ അനുരാഗ് ഠാക്കൂർ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ അങ്ങനെ പല ആൾക്കാരും ചേർത്തു എന്ന് പറഞ്ഞു. ഒരുപാട് മണ്ഡലങ്ങളിൽ ഈ ചേർക്കുക എന്നുള്ളത് ഘടനാപരമായ ഒരു പ്രശ്നമാണ്. അതിനെ പല രാഷ്ട്രീയ പാർട്ടികളും മിസ്യൂസ് ചെയ്തിട്ടുണ്ടാകാം. അപ്പൊ നമ്മൾ വേണ്ട എന്താണ്? സ്ട്രക്ചറൽ റിഫോർമേഷൻ അഥവാ ഘടനാപരമായ ഒരു പരിവർത്തനം കൊണ്ടുവന്ന് ഈ ലൂപ്പ് ഹോൾ ഇല്ലാതാക്കുകയും കുറെ കൂടെ മികച്ച രീതിയിൽ ശ്രീ രാഹുൽ ഗാന്ധി വളരെ ശരിയായി പറയുന്നത് പോലെ അതിന്റെ കുറെ കൂടെ ഡിജിറ്റലൈസേഷൻ വരണം, അത് എല്ലാവർക്കും കൊടുക്കണം, ട്രാൻസ്പെറൻസി വരണം, സുതാര്യത വേണം. ഈ നിലപാട് എല്ലാ ഇന്ത്യക്കാരിലേക്കും എടുക്കുന്നതിന് പകരം ഇതൊരു രാഷ്ട്രീയ ആയുധം മാത്രമായി ഉപയോഗിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ അത് ബാക്ക്ഫയർ ചെയ്യും. ഇതൊരു രാഷ്ട്രീയ ആയുധം മാത്രമായി ഉപയോഗിക്കാതെ അത് ഉപയോഗിക്കപ്പെടും, സംശയമൊന്നുമില്ല. അതിനോടൊപ്പം പൊതുസമൂഹവും പൊതുജനതയും രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന ജനതയും കൂടെ നിർത്തി ഇതൊരു ഘടനാപരമായ പ്രശ്നമാണെന്നും ഇനി നമ്മുടെ ജനാധിപത്യത്തിൽ ഇത് ഉണ്ടാകരുതെന്നും പറഞ്ഞുള്ളൊരു മുമ്പോട്ട് പോക്കല്ലേ പോസിബിൾ ഉള്ളൂ. അല്ലാതെ വേറെ എന്താ നമുക്കൊരു വഴി? ഈ ഗവൺമെന്റ് പിരിച്ചുവിടാൻ പറയാൻ പറ്റും? ഇല്ലല്ലോ. ഇതൊരു ഘടനാപരമായ പ്രശ്നമാണ്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. എനിക്ക് രാഹുലിനോട് ഒരു ചോദ്യം നേരിട്ടാണ്. താങ്കൾ ഇതിന്റെ സാങ്കേതികത്വത്തെ കുറിച്ചിട്ട് പറഞ്ഞു, ഘടനാപരമായ മാറ്റമാണ് വരേണ്ടത്, പൊളിറ്റിക്കൽ ഒരു സ്ട്രൈക്കിനേക്കാൾ അപ്പുറം എന്ന് പറഞ്ഞു. എനിക്ക് ഒരൊറ്റ ചോദ്യം, രാഹുലിന്റെ ബോധ്യം എന്താണെന്ന് അറിയാനാണ്. രാഹുൽ ചർച്ചയ്ക്ക് വന്നിരിക്കുകയാണല്ലോ. തൃശ്ശൂർ മണ്ഡലത്തിൽ BJPയുടെ സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങളുടെ വോട്ട് ചേർത്തിട്ടുണ്ട്. മറ്റു സ്ഥലത്ത് വോട്ടുള്ളപ്പോൾ തന്നെ സ്വന്തം ഡ്രൈവറുടെ തെറ്റായ സത്യവാങ്മൂലം കൊടുത്ത് മറ്റൊരാളുടെ വിലാസത്തിൽ കള്ളത്തരത്തിൽ വോട്ട് ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടും ശരിയായ നിലപാടാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ബാക്കി വോട്ടുകളുടെ എണ്ണം ഒക്കെ വിട്ട് 10,000-കണക്കിന് എണ്ണം അത് ശരിയാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നു? അല്ലല്ല, അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ആരെയും വേദനിപ്പിക്കാതെ അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ആരെയും വേദനിപ്പിക്കാതെ ഡയറക്റ്റായി ഡയറക്റ്റായി മറുപടി പറയാം. നമ്മുടെ ഇലക്ഷൻ സിസ്റ്റം അല്ല രാഹുലെ, വേദനിച്ചോട്ടെ. വ്യാജ വോട്ട് ചേർക്കുന്നവർ വേദനിക്കണം രാഹുലെ. അങ്ങനെ നമ്മൾ ആരെയും സോഫ്റ്റ് ആക്കേണ്ട കാര്യമില്ല. വ്യാജ വോട്ട് ചേർക്കുന്നവർക്ക് വേദന ഉണ്ടാകണം. അല്ല, അങ്ങനെയല്ല. അത് വ്യാജ വോട്ടല്ല. അവർ രണ്ട് സ്ഥലത്ത് പോയി വോട്ട് ചെയ്യുന്നില്ലല്ലോ. അതായത് ആരുടെ കുടുംബമാണെങ്കിലും അവർ വേറൊരു സ്ഥലത്ത് പോയി കൂടെ വോട്ട് ചെയ്യുന്നില്ല. രാഹുലെ ഇപ്പൊ ഒരു സെക്കൻഡ് ജിൻഡോ, രാഹുൽ BJP-ക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടിടത്ത് വോട്ട് ചെയ്തിട്ടില്ല എന്നാണ്. ജിൻഡോ രാഹുൽ ഒരു സെക്കൻഡ്, രണ്ടിടത്ത് വോട്ട് ചെയ്തിട്ടില്ല നിങ്ങൾ പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ഒരു സെക്കൻഡ്, ഇവര് തന്നെ പറയുന്നു ഞങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല എന്ന്. അതിനപ്പുറത്തേക്ക് എന്ത് തെളിവാണുള്ളത്? നിങ്ങൾ നമ്മുടെ മുന്നിലുള്ള തെളിവുകൾ കാണാതിരിക്കുന്നു. നമുക്കാർക്കും കാണാൻ കഴിയാത്ത ഒരു തെളിവുണ്ട് എന്ന് സങ്കല്പിച്ചിട്ട് ഇവർ പറയുന്നത് ശരിയെന്ന് പറയുന്നു. ഇതെങ്ങനെയാണ് ഒരു വാദമാവുക രാഹുൽ? അദ്ദേഹത്തിന്റെ ഫാമിലി വേറൊരു സ്ഥലത്ത് പോയി വോട്ട് ചെയ്താൽ നാട്ടുകാർ അറിയാതിരിക്കും. ഞാൻ സുരേഷ് ഗോപിയുടെ കാര്യമല്ല പറഞ്ഞത്. ഇപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന വേന്ദ്രൻ ഉണ്ടല്ലോ, തൃശ്ശൂരത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിലിരിക്കുന്ന വേന്ദ്രൻ, ഷാജി വാരൂരോ എന്തോ ചേലക്കരക്കാരൻ അല്ലേ, അയാളും അയാളുടെ ഭാര്യയും ഈ തൃശ്ശൂരിലേക്ക് വരുന്നു. അപ്പൊ നോക്കിയാൽ കാണാൻ പറ്റും, ഇനിയും വരുമല്ലോ അത്. അപ്പോൾ ഇത് ഇന്നലെയും ഒക്കെ വന്നിട്ടുണ്ട് ആ മഹാൻ. നമുക്ക് ആർക്കും അങ്ങനെ പെട്ടെന്ന് കണ്ടാൽ ഇപ്പോൾ തിരിച്ചറിയാത്ത ആളൊന്നുമല്ല. അത്രയും ജനാധിപത്യ സമൂഹം ജാഗ്രതയോടെ നിൽക്കുന്നതുകൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട് ഇയാളുടെ മുഖം. അതുകൊണ്ട് രാഹുലെ കാണാൻ പറ്റും. എന്തായാലും അയാൾക്ക് ഈ രണ്ട് തരം ID കാർഡുകളാണ്. രണ്ടിനും ഇപ്പോൾ ID കാർഡ്, ഇപ്പോൾ അജയകുമാറിൻ്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ID കാർഡാണ്, മേൽവിലാസം 2. ഇവിടെ അങ്ങനെയല്ല, 2 ID കാർഡുകളാണ്. അതിൻ്റെ നമ്പർ സഹിതം എൻ്റെ കയ്യിലുണ്ട്. ഇങ്ങനെ വിപുലമായൊരു തട്ടിപ്പാണ് നടക്കുന്നത്. ഗോപാലകൃഷ്ണൻ പറയുന്ന പോലെ അവിടെ വോട്ട് ചെയ്തില്ലല്ലോ, ഇവിടെയല്ലേ വോട്ട് ചെയ്തുള്ളൂ. എന്തുറപ്പ്? 45 ദിവസം കഴിഞ്ഞില്ലേ, കൊല്ലം 1.5 കഴിഞ്ഞില്ലേ? അവിടെയാണ് ശ്രീ വേണു ഒരു കാര്യം വളരെ സാങ്കേതികമായി ചോദിച്ചോട്ടെ. നമ്മുടെ ഇലക്ഷൻ അതിന്റെ ചെക്ക് ആൻഡ് ബാലൻസുകളില്ലേ? അങ്ങനെ ID കാർഡ് ഉണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്. 2 സ്ഥലത്ത് പേര് ചേർക്കുന്നത് ശരിയല്ല. പക്ഷേ 2 സ്ഥലത്ത് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ ഒഫൻസ്. ആ വിഷയം നമ്മൾ മറക്കരുത്. അപ്പൊ ഘടനാപരമായ തെറ്റുകൾ അംഗീകരിക്കുന്നതിനോടൊപ്പം അൺറിയലിസ്റ്റിക് ആയി ഇത് ഹൈപ്പപ്പ് ചെയ്യരുത്. വ്യക്തിപരമായ ധാർമ്മികത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ രാഹുലെ. വ്യക്തിപരമായ ധാർമ്മികത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ രാഹുൽ. ഇപ്പോൾ BJP-ക്കാർ തന്നെ പറയുന്ന കാര്യം എന്താ? 76,000 വോട്ടിന്റെ ഭൂരിപക്ഷം. ഈ 10 കള്ളവോട്ട് കൊണ്ടാണോ സുരേഷ് ഗോപി ജയിച്ചത് എന്ന്? അപ്പോൾ ഇത് ഉണ്ടാവാൻ പാടില്ല. ഈ കള്ളവോട്ട് തന്നെ ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടക്കാരെ കൊണ്ടുവരാനും പാടില്ല. അല്ലാതെ തന്നെ ഭൂരിപക്ഷം ഉറപ്പാക്കാൻ കഴിയുമല്ലോ. ഇപ്പോൾ ഒരു ഉദാഹരണം, ഒറ്റ സെക്കൻഡ്, സുനിൽ പറയുകയായിരുന്നു അയാൾ 3 തവണയാണ് മത്സരിച്ചിട്ടുള്ളത് നിയമസഭയിലേക്ക് അല്ലേ.
ഈ പറയുന്ന ചേർപ്പിൽ മത്സരിച്ചിട്ടുണ്ട്, തൃശ്ശൂർ മത്സരിച്ചിട്ടുണ്ട്, മറ്റൊരു സ്ഥലത്ത് മത്സരിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും രാഹുലെ സുനിലിൻ്റെ വോട്ട് ചെയ്തിട്ടില്ല. സുനിലിനൊരു വോട്ട് ചെയ്യാൻ പറ്റിയത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ മാത്രമാണ്. അദ്ദേഹത്തിന് എന്താ വീട്ടുകാരില്ലേ? ആട്, പട്ടി, കോഴി ഇതെല്ലാം കൂടെ കൊണ്ടുവരാമായിരുന്നല്ലോ. സുരേഷ് ഗോപി പോയതുപോലെ പാരാവാരം പോലെ വോട്ടർമാരെയും കൊണ്ടുവരാമായിരുന്നല്ലോ. അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ സുനിൽ. സ്വന്തം വോട്ട് പോലും ചെയ്തിട്ടില്ല. എന്നിട്ട് സുനിൽ ജയിക്കാതിരുന്നോ? കേരളത്തിന്റെ കൃഷിമന്ത്രിയാകാതിരുന്നോ? അദ്ദേഹം ഞാൻ ഒറ്റ വലിയൊരു മറുപടി പറഞ്ഞോട്ടെ. അദ്ദേഹം ഞാനും ഇന്നലെ ഒരു ചർച്ചയ്ക്ക് ഇരുന്നു. വേണുജിയുടെ ആർഗ്യുമെന്റ് ബഹുമാനിക്കുന്നു. ഒറ്റ കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. 2 സ്ഥലത്ത് വോട്ട് ചെയ്യുക എന്നുള്ള കാര്യം കേരളത്തിൽ ഇതുവരെ നടന്നതായി ഞാൻ കണ്ടിട്ടില്ല, സബ്ജക്ട് ടു കറക്ഷൻ. അപ്പോ കള്ളവോട്ട് കണ്ടുപിടിക്കാൻ കഴിയില്ല. 40 ദിവസം കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ കഴിയില്ല. ഉദ്ദേശിക്കുന്നത് 45 ദിവസം അല്ലല്ലോ, അങ്ങനെ വിട്ടുപോരുത്. 45 ദിവസം കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയണം. ശ്രീമതി ശകുനിന്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി 2 സ്ഥലത്തെയും ടിക്ക് മാർക്കുകൾ കാണിച്ച് പവർ പോയിന്റ് പ്രസന്റേഷനിൽ ഒരു കാര്യം കാണിച്ചു. രാജ്യം തന്നെ ശ്രദ്ധിച്ചു. അവർക്ക് 3 കാർഡുണ്ടെന്നാണ് അടുത്ത ദിവസം വന്ന വിവരം. പക്ഷേ അതേപോലെ 2 സ്ഥലത്ത് ഒരാൾ വോട്ട് ചെയ്തു എന്ന് ഇതുവരെ കേരളത്തിലെ സാഹചര്യത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുത പ്രേക്ഷകർ മറക്കരുത്. അല്ലല്ല, ശകുൻ റാണി ചെയ്തതിന്റെ ദൃശ്യങ്ങളുണ്ടോ? ഇല്ലല്ലോ. ശകുൻ റാണിയും പറഞ്ഞല്ലോ അവരൊരിടത്ത് മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ എന്ന്. തെളിയിക്കാൻ പറ്റിയോ? തെളിയിക്കാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ ഒരു ഗൂഢസംഘമായി അല്ല, അത് ആധികാരികമല്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു. രാഹുലെ, ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത കടലാസാണത്. എന്നിട്ട് അതിന്റെ ആധികാരികതയെ സംശയിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ. ഇതൊക്കെയാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുലെ, ഇവിടെ ഒരു സുരേഷ് ഗോപി ഉണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷനായിരിക്കുന്നത് അതിന്റെ 10 മടങ്ങ് വലിയ സുരേഷ് ഗോപിയായി മാറുന്ന കാഴ്ചയാണ് രാജ്യം കാണുന്നത്. പിന്നെ ഒരു കാര്യം അങ്ങ് പറയുകയുണ്ടല്ലോ, എല്ലാവരും ചെയ്യുന്നു, അതുകൊണ്ട് സുരേഷ് ഗോപിയും ചെയ്തുകൊണ്ട് തെറ്റില്ല എന്ന്. സുരേഷ് ഗോപി ഒരു താരതമ്യം നടത്തണം. സുനിലുമായി വേണം താരതമ്യം ചെയ്യാൻ. എന്താ സുനിൽ ചെയ്തിട്ടുള്ളത്? 3 തവണ നിയമസഭയിലേക്ക് മത്സരിച്ചു, സ്വയം വോട്ട് ചെയ്തില്ല. ലോക്സഭയിലേക്ക് മത്സരിച്ചു, അപ്പോൾ വോട്ട് ചെയ്തു. ആ സുനിലിനെയാണ് മാതൃകയാക്കേണ്ടത്. അതല്ലാതെ എല്ലാവരും ചെയ്യുന്നു, അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളും ചെയ്യുന്നു, അജയകുമാറും വന്നോട്ടെ, സന്തോഷ് കുമാറും വന്നോട്ടെ, പിന്നെന്താ ജയിക്കിൻ്റെ സ്ഥലത്തുള്ള ഒരാൾ പുളിക്കകവോ അയാളും വന്നോട്ടെ, വന്ന് ഭാര്യാസമേതം വന്ന് വോട്ട് ചെയ്ത് പോകട്ടെ. ഇതെന്താ തീർത്ഥാടനമോ? രാഹുലെ, ഇതാണ് പറഞ്ഞത്. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ സുനിൽകുമാർ അതിൽ കൃത്യമായിട്ട് ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ്, ഈ പറയുന്ന താമസക്കാരനാകുക എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, 2 ദിവസം താമസിച്ചാൽ മതി, പോസ്റ്റ് കാർഡും കൊണ്ട് പോയാൽ മതി എന്ന്. ഡസ് നോട്ട് മീൻ എ ഫ്ലൈയിങ് വിസിറ്റ് ഓർ കാഷ്വൽ വിസിറ്റ് ടു ദ കോൺസ്റ്റിറ്റ്യുവൻസി. ഇപ്പം ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ, BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് എന്താ? അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രാത്രി കിടന്നപ്പോഴെന്തോ ഒരു വലിയ സ്വപ്നം പോലെ തോന്നി അദ്ദേഹത്തിന് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്ന്. ഈ ഷാജി വരൂറിന് തോന്നുന്നു എനിക്ക് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണം. ജയിക്കിൻ്റെ നാട്ടിലുള്ള പുളിക്കകത്തിന് തോന്നുന്നു എനിക്ക് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണം. ഉടനെ വണ്ടിയെടുത്ത് അങ്ങോട്ട് വരുന്നു, ഒരു വ്യാജ വേൽവിലാസം കൊടുക്കുന്നു, ഒരു പോസ്റ്റ് കാർഡും കാണിക്കുന്നു, ഒരു കള്ള സത്യവാങ്മൂലവും കൊടുക്കുന്നു, സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുക എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു പോകുന്നു. ഇതാണോ കേരളത്തിൽ നടക്കേണ്ട തെരഞ്ഞെടുപ്പ്? ജയിക്ക്, ഈ രാഹുൽ പറഞ്ഞതിനുള്ള മറുപടി. തീർച്ചയായിട്ടും. ഇതിനകത്ത് RSS ആഭിമുഖ്യമുള്ള ആളെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ചില ചർച്ചകളിൽ അദ്ദേഹം അത് തള്ളിക്കളയാറുണ്ട്. എന്നാൽ അദ്ദേഹം ഗോൾവാർക്കർ ഭക്തനാണ് എന്ന് അവകാശപ്പെടാറുണ്ട്. ഞാനിരുന്നൊരു സംവാദത്തിൽ അങ്ങനെയാണ് അദ്ദേഹം അവകാശപ്പെട്ടിരുന്നത്. ഇപ്പോൾ ഈ ചർച്ചയുടെ ആമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു എനിക്ക് സുരേഷ് ഗോപിയെ ഇഷ്ടമാണ്. അപ്പൊ എന്തായാലും ഇരിക്കട്ടെ, അദ്ദേഹത്തോട് ഇഷ്ടം അനിഷ്ടമൊക്കെയുള്ള ആളുകൾ ധാരാളം ഉണ്ടാവുമല്ലോ. തൃശ്ശൂർ MPയോട് ആഭിമുഖ്യമുള്ള ആൾ എന്ന നിലയിൽ ഈ ചർച്ചയിൽ അദ്ദേഹത്തെ കൂടെ പിന്തുണയ്ക്കാൻ പങ്കെടുക്കുന്ന ബഹുമാനീയനായ രാഹുൽ ഈശ്വർ, അദ്ദേഹം പല വാദങ്ങൾക്കും ആമുഖമായി സ്വീകരിച്ചൊരു മാനകമുണ്ട്. ആ മാനകം എന്താണ്? അങ്ങ് ശ്രദ്ധിച്ചില്ലേ? ഇപ്പോ ഇത്തരത്തിൽ ആയിരക്കണക്കിന് 10,000 വരുന്ന വ്യാജ വോട്ടർമാർ ഒരു കൊച്ചു മഹാദേവപുരയായി നമ്മുടെ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തെ മാറ്റാനുള്ള ശ്രമങ്ങൾ കൈയോടുകൂടെ പിടിക്കപ്പെടുകയും അനാവൃതമാക്കപ്പെടുകയും ചെയ്യുമ്പോൾ അദ്ദേഹം പറയുകയാണ് ഇത്തരം ശ്രമങ്ങൾ പലയിടത്തും ഉണ്ടായിട്ടില്ലേ, അല്ലെങ്കിൽ ഇരട്ട വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവുണ്ടോ? അതിനെങ്കിൽ കേരളത്തിൽ 79,000 വോട്ടുകൾ കേരളത്തിന്റെ പാർലമെന്റ് മണ്ഡലങ്ങളിൽ ശരാശരി പുതുതായി ചേർക്കപ്പെട്ട 2024 തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രം 1,45,984 മുകളിലേക്ക് ആ എണ്ണം ഉയർന്നപ്പോൾ അദ്ദേഹം പൊടുന്നന്നെ പറയുകയാണ് ഇതിൽ കോൺഗ്രസ് CPM ഒക്കെ ഇല്ലേ, അല്ലെങ്കിൽ ഇരട്ട വോട്ടിന്റെ തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇങ്ങനെയാണ് ജനറലൈസ് ചെയ്തിട്ട് ഇതിൽ BJPയെ മാത്രം, തൃശ്ശൂർ MPയെ മാത്രം കുറ്റം പറയാൻ എന്ത്? അങ്ങനെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതേ മാനകമാണ് അദ്ദേഹം തൊട്ട് മുമ്പുള്ള ഉദാഹരണത്തിൽ ചോദിച്ചത്. തൃശ്ശൂർ MPയെ നിങ്ങൾ അയാളെന്ന് വിളിച്ചില്ലേ? അപ്പോ അങ്ങ് ചോദിച്ചു ആങ്കർ എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിച്ചതിന്റെ അത്രയും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് പപ്പു എന്ന് വിളിച്ചതും തെറ്റാണ്, ഫേക്കു എന്ന് വിളിച്ചതും തെറ്റാണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? അതായത്
ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ പപ്പു എന്ന് വിളിക്കുമ്പോഴോ, കേരളത്തിൽ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷെ ഗോവിന്ദൻ എന്ന് വിളിക്കുമ്പോഴോ, പിണറായി വിജയനെ വിജയൻ എന്ന് വിളിക്കുമ്പോഴോ ഒന്നും ഇത്തരം ആളുകൾക്ക് പൊള്ളില്ല. എന്നാൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായി നിൽക്കുന്ന ഏതെങ്കിലും ഒരാൾ, അയാൾ എന്ന് വെച്ചാൽ നമുക്കറിയാം അതിന്റെ ഭിന്നിപ്പിച്ചുള്ള അർത്ഥം ആ ആൾ എന്നുള്ളതാണ്, വലിയ മോശകരമായ പദമൊന്നുമല്ല. പക്ഷെ ആ ആളെന്ന് വിളിക്കുമ്പോഴോ പപ്പു തെറ്റാണ്, ഫെയ്ക്കു തെറ്റാണ്, അയാളും തെറ്റാണ്. അപ്പൊ മാത്രമാണ്, അതായത് RSSന്റെ നേതാക്കന്മാർക്ക് പൊള്ളുമ്പോ മാത്രം അത് ജനറലൈസ് ചെയ്തിട്ട് അത് ശരിയല്ല. മറ്റാളുകൾക്ക് മേൽ കല്ലേറ് മതിക്കുമ്പോഴോ അന്നേരം ഇവർ നിശബ്ദരാണ്. അതേപോലെ തന്നെയാണ് തങ്ങൾക്ക് 10,000 വരുന്ന വ്യാജ വോട്ടർമാരുടെ പിന്തുണ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രം ലഭിച്ചതിന്റെ കണക്കുകൾ കേരളത്തിൽ അനാവൃതമാക്കപ്പെടുമ്പോൾ അത് മറ്റു പലയിടങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടല്ലോ. അതിന്റെ ഗുണഭോക്താക്കൾ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഉണ്ടല്ലോ. അപ്പോൾ ഈ കേസിൽ മാത്രം ഞങ്ങളെ കുറ്റം പറയുന്നത് എന്ത്? ഈ മാനകമാണ് അദ്ദേഹത്തിന്റെ വാദങ്ങളെ സാധൂകരിക്കാൻ ശ്രമിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ആങ്കർ നിർബന്ധമായും ഓർമ്മിക്കുന്നുണ്ടാകും. ഈ അവസരത്തിൽ അരോചക മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രതീകമായി ഇന്ത്യൻ മതനിരപേക്ഷവാദികൾ പലപ്പോഴും കരുതാറുള്ള ഒരു മാന്യൻ അദ്ദേഹത്തിന്റെ അക്രോശ സമാനമായ ഒരു ചർച്ചയുടെ വാചകമാണ് ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്യുന്നത്. എന്താണ്? ദ നേഷൻ വാണ്ട്സ് ടു നോ. ആകാശത്തോളം വലിപ്പവും പ്രസക്തിയുമുള്ള വാചകമാണ്. പക്ഷെ ചോദിക്കേണ്ടത് ഇപ്പോഴാണ്. ആ മാന്യം ചോദിക്കാൻ സാധ്യതയില്ല. സുരേഷ് ഗോപി അനുകൂലിയായിട്ടുള്ള ഞങ്ങളുടെ സഹപാനലിസ്റ്റ് നിർബന്ധമായും അദ്ദേഹത്തിന്റെ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്, കേട്ടിരിക്കാൻ സാധ്യതയുമുണ്ട്. ദ നേഷൻ വാണ്ട്സ് ടു നോ എന്ന് ഇന്ത്യയിലെ പൗരബോധമുള്ള മുഴുവൻ ആളുകളും കൊടിയടയാളങ്ങളുടെ വ്യത്യാസങ്ങൾക്ക് അതീതമായി ആകാശത്തോളം വലിപ്പമുള്ള തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ ചോദിക്കുന്ന ഘട്ടമാണ്. ദ നേഷൻ വാണ്ട്സ് ടു നോ. രാജ്യത്തിന് അറിയേണ്ടതുണ്ട്. അവിടെ ഇതൊരു പൊതുവൽക്കരിക്കപ്പെട്ട പ്രശ്നമല്ലേ, സിസ്റ്റമിക് എറർ അല്ലേ എന്ന് ചോദിച്ച് ഈ വലിയ കുഴപ്പത്തെ ചെറിയ കുഴപ്പമാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ അത് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവരുടെ കണ്ണിലും കാഴ്ചയിലും മാത്രമേ, ഉറക്കം നടിക്കുന്നവർക്ക് മാത്രമേ അതൊരു ഉറക്കമായി തോന്നുകയുള്ളൂ. യുക്തിസഹമായി ചിന്തിക്കുന്ന ഒരാളുകൾക്കും തോന്നുകയില്ല. ഒറ്റ പ്രധാനപ്പെട്ട കാര്യം കൂടെ ഇതിനോട് ചേർന്ന് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിങ്ങനെ ഇപ്പോ എത്ര അനുഭവങ്ങളുണ്ട് എണ്ണിയിട്ട് നമ്മൾ പറഞ്ഞു. തിരുവനന്തപുരത്തെ ശാസ്തമംഗലത്തെ വോട്ടർ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് വരുന്നു. കൊല്ലം തിരുവനന്തപുരത്തെ വോട്ടർ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് വരുന്നു. ആലത്തൂരെ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ സെക്രട്ടറി ഷാജി വരവൂരും സംഘവും തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് വരുന്നു. ഇതിനകത്തൊന്നും നിർഭാഗ്യവശാൽ സുരേഷ് ഗോപി അനുകൂലിക്ക് ഒരു അസ്വാഭാവികത കാണാൻ കഴിയുന്നില്ല. ഇത് ഇപ്പോൾ മാത്രമാണോ? ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി അനുകൂലി, അങ്ങ് മനസ്സിലാക്കണ്ടേ, 2020 പുറകിലാണ് എന്റെ ഓർമ്മ ശരിയെങ്കിൽ. അന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല കൂടെ ഉണ്ടായിരുന്ന അശോക് ലവാസ എന്തായിരുന്നു അദ്ദേഹത്തിന് രാജിവെച്ച് പുറത്തു പോകേണ്ടതായി വന്നു. എന്തുകൊണ്ടാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയുള്ള അശോക് ലവാസയ്ക്ക് അല്പവർഷങ്ങൾക്ക് പുറകിൽ രാജിവെച്ച് പുറത്തു പോകേണ്ടതായിട്ട് വന്നത്? ഇന്ത്യൻ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് വേളയിൽ നടത്തിയ വിദ്വേഷ പ്രസംഗത്തിനെതിരെ നടപടിയെടുക്കണമെന്ന അന്തസ്സോടുകൂടെ, അടിമ വിധേയത്വ മനസ്സോടുകൂടിയിട്ടല്ല, നട്ടലുള്ള അന്തസ്സോടുകൂടെ അയാൾ പറഞ്ഞു. രാഹുൽ ഗാന്ധി വയനാട് വന്ന് മത്സരിക്കുമ്പോൾ അത് മുസ്ലിം പ്രീണനമെന്ന് പറഞ്ഞ പ്രസംഗം വിദ്വേഷ പ്രസംഗമാണ്. ആ പ്രസംഗം നടത്തിയ വിദ്വേഷ പ്രചാരകനായ ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞു. അയാൾക്കെതിരെ നടപടിയെടുത്തോ? അതോടൊപ്പം പുൽവാമയിലും ബലാക്കോട്ടിലും ഉണ്ടായിട്ടുള്ള സൈനിക രക്തസാക്ഷിത്വങ്ങളുടെ പകരം BJPക്ക് വോട്ട് ചെയ്യണമെന്ന് ഇതേ മൃതശരീര കച്ചവടക്കാരൻ തെരഞ്ഞെടുപ്പ് റാലിയിൽ സൈനികരുടെ രക്തസാക്ഷിത്വങ്ങളെ വില ചോദിച്ചുകൊണ്ട് RSSന് വേണ്ടി വോട്ട് ചോദിച്ചു. അയാൾക്കെതിരെ നടപടിയെടുക്കണമെന്ന അടിമ വിധേയ മനസ്സില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആവശ്യപ്പെട്ടു. ഫലം എന്താ ഉണ്ടായത്? 2020 ആയപ്പോൾ ആ അശോക് ലവാസയ്ക്ക് രാജിവെച്ച് പോകേണ്ടതിന്റെ ജീവിത പങ്കാളി കത്തു ചെന്നു. അദ്ദേഹത്തിന്റെ മകന്റെ സ്ഥാപനങ്ങളിലേക്ക് കേന്ദ്ര ഏജൻസി എത്തി. നാം ഇന്ന് അറിയുന്ന ഒരു വാർത്തയുമുണ്ടല്ലോ, ഈ ഏജൻസിയുടെ നോട്ടീസും ഏജൻസികളും ഒക്കെ കടന്നു ചെല്ലുന്നത് അശോക് ലവാസയുടെ വീട്ടിലേക്കും മകന്റെ വീട്ടിലേക്കും മകന്റെ സ്ഥാപനങ്ങളിലേക്കുമാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം രാഹുലെ ന്യൂയോർക്കിലെ കോടതിയിൽ അമേരിക്കയുടെ ഈ പറയുന്ന ഫോറിൻ എക്സ്ചേഞ്ച് ഏജൻസി അല്ലേ, അവര് കൊടുത്തിരിക്കുന്ന ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് അദാനിക്ക് കൊടുക്കേണ്ട ഈ കുറ്റമെമോ ഉണ്ടല്ലോ, അത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് എത്തിച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ എത്തിച്ചിട്ടുണ്ട് അവർ അല്ലേ, US-ലെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ്. പക്ഷേ അത് അവിടെ തന്നെ ഇരിക്കുകയാണ്, അദാനിയിലേക്ക് പോയിട്ടേയില്ല, അദാനിയുടെ വീടുകളിലേക്ക് പോയിട്ടില്ല, അദാനിയുടെ സ്ഥാപനങ്ങളിലേക്ക് പോയിട്ടില്ല. പക്ഷേ ലവാസയുടെ വീട്ടിലേക്ക് കയറും, ലവാസയുടെ മകൻ്റെ സ്ഥാപനത്തിലേക്ക് കയറും. ശ്രീ ജിൻഡോ ജോൺ, ഇവിടെ ഇപ്പോൾ ഈ പ്രസന്ന അശോകൻ്റെ കാര്യം സംസാരിക്കുകയുണ്ടായല്ലോ, അതേപ്പറ്റി ഇന്ന് സുരേന്ദ്രനോട് മാധ്യമങ്ങൾ ചോദിക്കുകയുണ്ടായി. അപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ജിൻഡോ കേട്ട് കാണും. അതൊക്കെ CPM പറയിക്കുന്നതാണ്. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ ഇവിടെയുണ്ട്, വീട്ടമ്മയെ കൊണ്ട് ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയിക്കാം. ഇപ്പോൾ ഏതോ ഒരു സ്ത്രീ പറഞ്ഞെന്ന് പറഞ്ഞിട്ട്
75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച സുരേഷ് ഗോപി കള്ളവോട്ട് ചെയ്താണ് ജയിച്ചത് എന്ന് പറയാനാണോ നിങ്ങൾ പറയുന്നത്? ഏതോ ഒരു സ്ത്രീ, CPM-കാർ പറഞ്ഞു പറയിക്കുന്ന വീട്ടമ്മ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഏതോ ഒരു സ്ത്രീ കോതമംഗലത്തുമുണ്ടല്ലോ, അവരും ഒരു വീട്ടമ്മയാണല്ലോ. അവരുടെ അടുക്കലേക്ക് ഓടിപ്പോയല്ലോ ജോർജ് കുര്യൻ, അവരുടെ അടുക്കലേക്ക് ഓടിപ്പോയല്ലോ സുരേഷ് ഗോപി. അപ്പോൾ ഇവർക്കിഷ്ടമുള്ളവർ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള വീട്ടമ്മമാർ, ബാക്കിയെല്ലാം CPM വീട്ടമ്മമാരാണോ? കൂടാതെ ജിൻഡോ, രാഹുൽ വരാം. ജിൻഡോ മരിച്ച ഒരു സ്ത്രീയെ കുറിച്ച് അല്ലല്ല, വീട്ടമ്മയുടെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ അവരെ അനാദരവൊന്നും കാട്ടിയിട്ടില്ല. അനാദരവ് കാട്ടുന്ന കൂട്ടരാരാണ് എന്ന് ഈ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. അതിലേക്ക് വരാം. പിന്നെ ജിൻഡോ, കത്തോലിക്ക കോൺഗ്രസ് ആഭ്യന്തരമന്ത്രിക്ക് ഒരു കത്തയച്ചിട്ടുണ്ട് NIA അന്വേഷണം വേണമെന്ന് പറഞ്ഞ്. കഴിഞ്ഞ ദിവസം ഷോൺ ജോർജ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഷോൺ ജോർജ് പറഞ്ഞൊരു കാര്യമുണ്ട്. 7 കാര്യങ്ങൾ സഭ ആവശ്യപ്പെട്ടു, 6 കാര്യങ്ങൾ രാജീവ് ചന്ദ്രശേഖർ ചെയ്തു കൊടുത്തു, ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന്. ഒരക്ഷരം മിണ്ടിയിട്ടില്ല സഭ. ഏതൊക്കെ കാര്യങ്ങൾ കിട്ടി, ഏതാണ് കിട്ടാഞ്ഞത്, കിട്ടാതെ പോയതിൻ്റെ കാര്യം എന്താണ് എന്ന്. ഇപ്പോൾ BJPയെ വീണ്ടും രക്ഷിച്ചെടുക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് കോതമംഗലവുമായി ബന്ധപ്പെട്ട്. പുതിയ ഏത് കാര്യം നേടാൻ വേണ്ടിയിട്ടാണ് സഭയുടെ നീക്കം? മൂന്നാമതായി ഒരു കാര്യം കൂടി ജിൻഡോ, ഇവിടെ ആർക്കും തൊടാൻ പറ്റാത്ത ചില മേഖലകളുണ്ട്. അവിടുത്തെ കന്യാസ്ത്രീ മഠങ്ങൾ, അവിടെ ഈ ബിഷപ്പ് ഹൗസുമായി ബന്ധപ്പെട്ട് ചേർന്ന് പുരോഹിതർ താമസിക്കുന്ന സ്ഥലങ്ങൾ, ഇവിടെയൊക്കെ വ്യാപകമായി വോട്ട് ചേർക്കപ്പെട്ടിട്ടുണ്ട്. വ്യാപകമായി അവിടേക്ക് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആളുകൾ എത്തുന്നുമുണ്ട്. അത് പരിശോധിക്കപ്പെടേണ്ടേ? പിന്നെ ആർക്കും തൊടാൻ കഴിയാത്തൊരു സ്ഥലമായി നിൽക്കുന്നുണ്ട് ഒരു കേന്ദ്രം. ജിൻഡോയ്ക്ക് അറിയാമല്ലോ, ശോഭ സിറ്റി. അവിടെ ഈ നിസാമിന് അവിടുത്തെ ഈ സുഭാഷ് ചന്ദ്രനെ ഇടിച്ച് കൊല്ലാം, കാറ് കൊണ്ടുവന്ന് ചന്ദ്രബോസിനെ ഇടിച്ചു കൊല്ലാം, അകത്ത് കയറാൻ കഴിയില്ല. കള്ളവോട്ടുകളുടെ കേന്ദ്രമാണ് അവിടം എന്നാണ് ഇപ്പോൾ ആക്ഷേപം വരുന്നത്. അതിനകത്തേക്ക് കയറാൻ കഴിയില്ല എന്നും പറയുന്നു. ശോഭ സിറ്റി എന്താ സമാന്തര ഭരണകൂടമാണോ? കേരളത്തിൽ അങ്ങനെ വിലസണോ ഒരു ശോഭ സിറ്റിക്കാരൻ? അപ്പോൾ ഇവിടങ്ങളിലൊക്കെ പരിശോധന നടത്തേണ്ടേ? പിന്നെ ഈ വീട്ടമ്മയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന സുരേന്ദ്രന്റെ പ്രതികരണം കൂടാതെ ഈ വീണ്ടും കള്ളക്കച്ചവടത്തിന് സഭ ഇറങ്ങിയിട്ടുണ്ടോ കോതമംഗലത്തിന്റെ മറവിൽ? ജിൻഡോ വേണോ, ഇതിൽ 3 കാര്യങ്ങളാണ് ചോദിച്ചത്. അതിൽ ആദ്യം തന്നെ ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപിയുടെ ബന്ധുക്കളും ഡ്രൈവറും മാത്രമല്ല, കേരളത്തിലെ പല ജില്ലകളിലും പല മണ്ഡലങ്ങളിലുമുള്ള പരമാവധി സംഖ്യകളെയൊക്കെ ഇവർ വ്യാജ വോട്ട് ചേർക്കുകയും ഇരട്ട വോട്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്ത് തൃശ്ശൂരിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട്. അതിന് മുമ്പത്തെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8ഓ 9ഓ സ്ഥാനത്ത് നിന്ന തൃശ്ശൂർ ലോക്സഭാ സീറ്റിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേനും പെട്ടെന്ന് 1,00,000-ലധികം വോട്ടുകൾ വർദ്ധിപ്പിക്കുകയും കേരളത്തിലെ ജനസംഖ്യാനുപാതികമായിട്ടുള്ള ജനസംഖ്യ വളർച്ചയേക്കാൾ വലിയൊരു വോട്ട് വർധനവ് തൃശ്ശൂർ മണ്ഡലത്തിൽ തന്നെ സംഭവിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ സംശയങ്ങളുണ്ട്. അപ്പോൾ ദേശാടന കിളികളെ പോലെ സംഖ്യകൾ സകല സ്ഥലങ്ങളിൽ നിന്നും വന്ന് തൃശ്ശൂർ പറന്നിറങ്ങുകയും വ്യാജ വോട്ടുകയും ചേർക്കുന്നു. അവിടെയാണ് രാഹുൽ ഈശ്വറുമായിട്ട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു പോയിന്റ്. ഇവിടെ ഇരട്ട വോട്ട് ചേർത്തു, അത് കുഴപ്പമില്ല, വോട്ട് ചെയ്താലല്ലേ കുഴപ്പമുള്ളൂ. അങ്ങനെയല്ല രാഹുൽ ഈശ്വറെ. ഈ സുരേഷ് ഗോപിയുടെ ഡ്രൈവറും കുടുംബാംഗങ്ങളും അടക്കമുള്ള ആളുകൾ സത്യവാങ്മൂലം കൊടുത്തിട്ട്, അവിടെ സ്ഥിരതാമസം ഉണ്ടെന്ന് സത്യവാങ്മൂലം കൊടുത്തിട്ടാണ് വോട്ട് ചേർക്കുന്നത്. നമ്മളൊക്കെ അങ്ങനെയാണ് വോട്ട് ചേർക്കേണ്ടത്. അപ്പോൾ ഇവരങ്ങനെ സത്യവാങ്മൂലം വ്യാജമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധ പ്രവർത്തനമാണ്, അത് പ്രോസിക്യൂട്ട് ചെയ്യേണ്ട കുറ്റമാണ്. സുരേഷ് ഗോപിയുടെ ഡ്രൈവർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ സമയം കഴിയുന്നുണ്ട്. ഞാൻ ചോദിച്ചതിന് വേഗം മറുപടി സാർ പ്ലീസ്. അല്ല, ഞാൻ അത് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ വ്യാജ വോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ ശാഖയിൽ കൊണ്ടുപോയി പൂജിക്കാനാണോ ഈ ഇരട്ട വോട്ട് ഉണ്ടാക്കുന്നതും ഇരട്ട ID കാർഡ് ഉണ്ടാക്കുന്നതും? അപ്പൊ ഇത് കൃത്യമായിട്ട് കള്ള വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇലക്ഷൻ മാൽ പ്രാക്ടീസ് നടത്താൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തത് സഭയുടെ മറവിൽ എന്ന് പറയുന്നത്, ഇവിടെ സഭയ്ക്ക് സഭാവിശ്വാസികൾക്ക് കൃത്യമായ ധാരണയുണ്ട്. അത് മുനമ്പം സമരം നടന്നപ്പോഴായിക്കോട്ടെ, ഛത്തീസ്ഗഡിലും ഒറീസയിലും ഇന്ത്യയിലെമ്പാടും ക്രൈസ്തവ വിശ്വാസികളും പുരോഹിതരും സന്യസ്തരും ഒക്കെ ആക്രമിക്കപ്പെട്ട വിഷയങ്ങളൊക്കെ കൃത്യമായ നിലപാട് കേരളത്തിലെ സഭാവിശ്വാസികൾക്കും സഭയുടെ അകത്തുള്ള മുഴുവൻ പുരോഹിതർക്കും പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സെക്രട്ടറി ഒരു ഫാദർ ജെയിംസ് കൊക്കാവയലിൽ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, കോതമംഗലത്ത് നടന്നിരിക്കുന്ന ഭീകര പ്രവർത്തനമാണ്, ഭീകരരാണ് ഇതിന്റെ പിന്നിലുള്ളത്, രാജ്യാന്തര അന്വേഷണം വേണം, NIA വേണമെന്ന്. അല്ല, ഞാൻ പറയുന്നത് ഏത് തരത്തിലുള്ള അന്വേഷണവും നടക്കുന്നതിന് ഞാൻ എതിർക്കില്ല. കാരണം ഒരു പെൺകുട്ടി മരണപ്പെട്ടു പോയ വിഷയത്തിൽ അന്വേഷണം നടക്കണം, അന്വേഷണത്തിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ അത് BJPക്ക് വേണ്ടിയുള്ള വിടുപണിയാണോ അല്ലയോ?
അല്ല, ഞാൻ അതിലേക്കാ വരുന്ന വേണു. ഞാൻ കൃത്യമായിട്ട് എനിക്ക് അതിലൊരു സ്റ്റാൻഡ് ഉണ്ട്. അതിലുള്ള സ്റ്റാൻഡ് ഇത്രയേ ഉള്ളൂ. ഇക്കാലത്തും ഇത്രയും സംഭവിച്ചതിന് ശേഷവും BJP-യെയും സംഘപരിവാറിനെയും BJP നേതാക്കന്മാരെയും എൻഡോഴ്സ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്ന ഏതെങ്കിലുമൊക്കെ പുരോഹിതരുണ്ടെങ്കിൽ അവരെയൊക്കെ 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ക്രിസ്തു വിളിച്ചിട്ടുണ്ട് വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്ന്. അങ്ങനെയുള്ള ആളുകൾ ഇനി കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കില്ല. തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ശോഭാ സിറ്റി ജിൻഡോ. അല്ല, ശോഭാ സിറ്റി അടക്കം കേരളത്തിലെ പ്രധാനപ്പെട്ട ഫ്ളാറ്റ് സമുച്ചയങ്ങൾ അടക്കം, അതായത് നഗരപ്രദേശങ്ങളിൽ വോട്ട് വ്യാപകമായിട്ട് ചേർക്കുന്നതൊക്കെ കൃത്യമായിട്ടുള്ള ഭരണകൂടത്തെ, മോദി ഭരണകൂടത്തെ ഭയപ്പാടുള്ള മടിയിൽ കനമുള്ളവർ ഒത്താശ ചെയ്യുന്നതിന്റെ ഭാഗമാണ്. അന്വേഷണം നടക്കണം. ഒരു സമാന്തര ഭരണകൂടവും തെരഞ്ഞെടുപ്പുമായി സമ്പന്നനും ഒരുപോലെ അവൻ ചെയ്യുന്ന വോട്ടിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. ശരി ജിൻഡോ. ശരി രാഹുൽ, വേഗം. പെട്ടെന്നൊരു കാര്യം മാത്രം, ലവ് ജിഹാദ് ഇല്ല, പക്ഷേ അതൊരു പ്രൊപ്പഗാൻഡയാണ്. ചില നിർബന്ധിത മതപരിവർത്തനങ്ങളോ അതിനുള്ള ശ്രമമോ നടന്നെങ്കിൽ നമ്മൾ ആ കുടുംബത്തോടൊപ്പം നിൽക്കണം. റമീസിന്റെ കുടുംബവും ശിക്ഷിക്കപ്പെടണം. ഇത് പ്രൊപ്പഗാൻഡയുടെ വിഷയമല്ല, പെൺകുട്ടികളുടെ ജീവിതത്തിന്റെ വിഷയമാണ്. അതുകൊണ്ട് ലവ് ജിഹാദോ, ലാൻഡ് ജിഹാദോ, തുപ്പൽ ജിഹാദോ പോലുള്ള കള്ളങ്ങൾ തള്ളിക്കളയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ പൂർണ്ണമായും സോന എൽദോസിന്റെയും കുടുംബത്തോടൊപ്പം നിൽക്കണം. അവരെന്ത് ഡിമാൻഡ് ചെയ്യുന്നോ അതാണ് നമ്മൾ പൊതുസമൂഹം ഡിമാൻഡ് ചെയ്യേണ്ടത്. അവർക്ക് എന്നെ അന്വേഷണമാണ് വേണമെങ്കിൽ നമുക്കും എന്നെ അന്വേഷണമാണ് വേണ്ടത്. കാര്യം മകള് മരിച്ചൊരു കുടുംബമാണ്, അവരോടൊപ്പം നിൽക്കാൻ നമുക്കൊരു ധാർമ്മിക ബാധ്യതയുണ്ട്. രണ്ട്, സഭകളെ ഒന്നും ഡിബേറ്റിലേക്ക് കൊണ്ടുവരരുത്. സുരേഷ് ഗോപി ചേട്ടനെ കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ല. സഭ കേരള സമൂഹത്തിന് എത്രമാത്രം സംഭാവന ചെയ്തതാണ്. സഭയല്ലല്ലോ പറയുന്നത്, സഭയിൽ നിന്ന് വരുന്ന തെറ്റായ നിലപാടിനെയാണ്. അത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ജയിക്കിന്റെ മറുപടിയോടെ ചർച്ച. രാഹുൽ ഈശ്വർ, അതിന് തെറ്റിദ്ധാരണയുണ്ട്. ഇവിടെ ഒരു സഭയെയും ഒരു മതവിഭാഗത്തെയും ഒരു സാമുദായിക വിഭാഗത്തെയോ സഭയെ ഒന്നും ഞങ്ങൾ ചർച്ചയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. സഭയ്ക്ക് മറ്റ് താല്പര്യങ്ങളില്ലായിരുന്നു. ഷോൺ ജോർജിന് മറുപടി കൊടുക്കണം രാഹുലെ. 7 കാര്യം ആവശ്യപ്പെട്ടു, 6 എണ്ണം കിട്ടി, 1 കിട്ടിയില്ല എന്നിങ്ങനെ വിലപേശുന്ന രൂപത്തിൽ ഷോണിന് പറയാൻ കഴിയുന്ന അവസ്ഥ ഏത് സഭയാണ് ഉണ്ടാക്കിയത്? സഭ മറുപടി പറയണം, അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കും. അവസാനമായി ജയിക്ക്. ഇല്ല, 2 വാചകം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇതില് ബഹുമാനിയനായ രാഹുൽ ഈശ്വർ പറഞ്ഞു സഭയെ ഇതിന്റെ ചർച്ചാ സ്ഥാനത്തേക്ക് കൊണ്ടുവരരുത്. ഒരു സമുദായത്തെയും ഒരു സഭയെ കൊണ്ടുവരുന്നില്ല. ഇവിടെ 2 കൂട്ടർ തമ്മിലുള്ള പ്രശ്നം. സച്ചിദാനന്ദന്റെ പ്രസിദ്ധി ആർജിച്ച കവിതാവാചകമുണ്ട്, കയ്യാലപ്പുറത്തെ തേങ്ങയല്ല എന്റെ നിഷ്പക്ഷത. കാരണം എന്താണ്? ഇവിടെ യുദ്ധം വർഗീയതയും മതനിരപേക്ഷതയും തമ്മിലാണ്. വർഗീയതയുടെ പക്ഷത്ത് നിൽക്കുന്നവന്മാരാര്, മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ കൊടിക്കൂറ് ഉയർത്തി പിടിക്കുന്നവരാര്? അതിൽ ഭൂരിപക്ഷം വരുന്ന സഭാവിശ്വാസികളും ഇതര സമുദായങ്ങളും ഒക്കെ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്നവരാണ്. അപൂർവം വരുന്ന മനുഷ്യത്വം ഇല്ലാത്തവർ മാത്രമാണ് വർഗീയതയുടെ പതാക ഉയർത്തിപ്പിടിക്കുന്നവർ. അവരോട് പ്രശ്നമുണ്ട്, അവർ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ്? ഈ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നവരെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചുള്ള ബൈബിളിലെ ഒരു വാചകം, വെള്ളകടിച്ച ശവക്കല്ലറകൾ എന്ന് ക്രിസ്തു തന്നെ വിശേഷിപ്പിച്ച ഒരു വിഭാഗമുണ്ട്. അവരെ കുറിച്ച് തന്നെയാണ് ചൈനയിലെ ലൂഷൻ എന്ന് പറയുന്ന ഒരു കവിത എഴുതിയിട്ടുണ്ട്. എന്താണ്? യജമാനൻ നായയോട് ചോദിക്കുന്ന നിന്റെ വൃത്തികെട്ട വിധേയത്വം എനിക്ക് കാണേണ്ടതില്ല. നായ തിരികെ യജമാനോട് പറയുന്നുണ്ട്, അക്കാര്യത്തിൽ നിന്നോളം നാണം കെട്ടവരല്ല ഞാൻ. ചില ആളുകൾക്ക് RSSനോട് വിധേയത്വം കാണുമ്പോ നായ തിരികെ യജമാനോട് പറഞ്ഞ വാചകത്തെ നമ്മൾ എല്ലാവരും ഓർമ്മിച്ചിരിക്കേണ്ടതുണ്ട്. കോതമംഗലത്തിലെ താല്പര്യം സഭയുടെ കൂടെ താല്പര്യമാണത്. സുരേഷ് ഗോപിയുടെ കാര്യം അങ്ങ് പറഞ്ഞല്ലോ. സുരേഷ് ഗോപിയുടെ മാത്രം താല്പര്യമല്ല, സഭയുടെ കൂടെ താല്പര്യമാണ്. ഒത്തുപിടിക്കുകയാണ് കോതമംഗലത്തിൽ. അവിടെയും ഒറ്റവാചകം, അവിടെയും ആദരണീയനായ രാഹുൽ ഈശ്വർ പറഞ്ഞു ഈ കാര്യത്തിലും നമ്മൾ ഇരകളോടൊപ്പം നിൽക്കണം. ഒരു ജിഹാദിന്റെയും ആരോപണത്തെ നിങ്ങൾ ഉയർത്തുന്നില്ല എന്നുള്ളത്. അവിടെ നിങ്ങളുടെ പൊതു സമീകരണം തന്നെയാണ് പ്രശ്നം. അല്പനാളുകൾക്ക് പുറകിലല്ലേ കേരളത്തോട് അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലത്ത് അധസ്ഥിത ഹിന്ദു സമുദായത്തിൽ ജനിച്ച കപിൽ സെൽവ ഗണേശ് മിടുമിടുക്കനായ IT ഉദ്യോഗസ്ഥനായിരുന്നില്ലേ? കൊലപ്പെടുത്തി കളഞ്ഞതാരാണ്? വ്യാജ ജാത്യാഭിമാനത്തിന്റെ പേരിൽ സവർണ ഹിന്ദു പ്രമാണികൾ കൊലപ്പെടുത്തി കളഞ്ഞു. ആ കപിൽ സെൽവ ഗണേശിനോട് നമുക്ക് ഐക്യദാർഢ്യം പുലർത്തണ്ടേ? കെ വിനോദ്കുമാർ അതിനകത്താണ് സെലക്ടീവ്നെസ്, അതിനകത്താണ് വ്യാജമായ താല്പര്യം. ശരി 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 സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. അത് തെറ്റാണെന്ന് ആ സംഭവവികാസം ഉണ്ടായപ്പോ നിങ്ങൾ പറഞ്ഞില്ല.
നിങ്ങൾ കോതമംഗലത്തുണ്ടായപ്പോ മാത്രമാണ് അതും തെറ്റാണ് ഇതും തെറ്റാണെന്ന് പറയുന്നത്. ആ സമയത്ത് അങ്ങയുടെ നാവ് കാശിക്ക് പോയോ ചോദിക്കേണ്ട വരത്തില്ലേ? ശരി 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 കപിൽ സെൽവ ഗണേശ് ശരി ശരി ആ വിഷയം അല്ലല്ല ആ വിഷയത്തിൽ കേന്ദ്രീകരിച്ച് ചർച്ച പോകണ്ട. സമയം കഴിയിക്കാൻ അവിടെ ഇടപെടുകയാണ്. സമയം കഴിയുന്നതുകൊണ്ട് ഇടപെടുന്നു. ജയിക്ക സമയം കഴിഞ്ഞു. ശരി ശരി സമയം കഴിഞ്ഞു സമയം കഴിഞ്ഞു സമയം കഴിഞ്ഞു. ശരി 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 ജയിക്ക്. എന്തായാലും ആനയൂട്ടിന് വന്നു പോകുന്ന സുരേഷ് ഗോപി എങ്ങനെയാണ് അവിടെ ഇത്രയും വലിയ തട്ടിപ്പ് വോട്ടൂട്ട് നടത്തിയത് എന്ന കാര്യം കൂടി പറയേണ്ടതുണ്ട്. പറയാതെ കഴിയുകയില്ല. ചോദ്യങ്ങൾ അതുവരെ ചോദിച്ചുകൊണ്ടേയിരിക്കും. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.